പ്രിയപ്പെട്ടവരെ, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് ഒരാൾക്കും പിടുത്തം കിട്ടാത്ത, ഒരാളുടെയും ഭാവനയിൽ ഒതുങ്ങാത്ത, പാണ്ഡിത്യത്തിൽ ഒതുങ്ങാത്ത, ചിത്രത്തിലോ ചരിത്രത്തിലോ പ്രകാശനത്തിലോ പ്രകീർത്തനത്തിലോ പ്രഭാഷണ പ്രഘോഷണത്തിലോ ഒന്നും ഒതുങ്ങാത്ത ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് ഹബീബിന്റെ മൗലിദ് ആദ്യം ഓതിയത് എന്ന് ചോദിച്ചാൽ ആദ്യത്തെ മനുഷ്യൻ തന്നെയാണ്. ആദ്യത്തെ മനുഷ്യൻ വാഴക്കാടോ അല്ലെങ്കിൽ വിളയിലോ ഒന്നുമല്ലല്ലോ. ആദ്യത്തെ മനുഷ്യൻ ഇന്ത്യയിൽ വെച്ചുകൊണ്ടാണ് മൗലിദിന് ആരംഭം കുറിച്ചത്. ആദ്യത്തെ മനുഷ്യൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് ഇന്ത്യയിലേക്കാണ്. തൻ്റെ പ്രിയപ്പെട്ട മകനായ ശീസ അലൈഹിസ്സലാമിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് പലപ്പോഴും പറയുമായിരുന്നു, ഇദാ ദക്കർതല്ലാഹ ഫദ്കുർ ഇലാ ജംബിഹി ഇസ്മ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മോനെ, നീ അള്ളാഹുവിനെ ഓർക്കുന്ന സമയത്ത് മുഴുവനും മുഹമ്മദ് നബിയെയും ഓർത്തോ. ഇത് മൗലിദ് അല്ലെങ്കിൽ എന്താ മൗലിദ്? മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ മൗലിദിനെ ഉദ്ഘാടനം കുറിച്ചത് മങ്കൂസുകാരനൊന്നുമല്ല. നിങ്ങൾ അങ്ങനെയല്ലോ പറയല്, മങ്കൂസുകാരൻ. മങ്കൂസുകാരനല്ല, നിങ്ങളെപ്പോലത്തെ പെങ്കൂസുകാരുമല്ല. ആദ്യമായി മൗലിദിന് ആരംഭം കുറിച്ചത് സാക്ഷാൽ അബൂന അബുൽ ബഷർ ആദം അലൈഹിസ്സലാം. പിന്നെ അവിടുന്ന് മൗലിദിന്റെ ഒരു പ്രവാഹമല്ലേ. എന്നാൽ മുത്തുനബിക്ക് നുബുവത്ത് കിട്ടിയതിന് ശേഷം ഔദ്യോഗികമായി, ഞാൻ അങ്ങനെ പറയാനൊക്കെ കാരണമുണ്ട്, ഔദ്യോഗികമായി നുബുവത്ത് കിട്ടിയതിന് ശേഷം ആദ്യമായി മൗലിദ് ഓതിയത് ഉമ്മമാരെ ഒരു പെണ്ണൊരുത്തിയ, ആണുങ്ങളല്ല. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടിയതിനു ശേഷം അവിടത്തെ മുമ്പിൽ ഇരുത്തിയിട്ട് ആദ്യമായിട്ട് മുസ്തഫ നബിയുടെ നുബുവത്തിൽ ചാലിച്ച പ്രകീർത്തനത്തിന്, മൗലിദിന് സമോദ്ഘാടനം കുറിച്ചത് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയാണ്. ജബലുന്നൂറിന്റെ ഉത്തുംഗതയിലുള്ള ഹിറാ ഗുഹയിൽ നിന്ന് താഴെ ഇറങ്ങി ജിബിരീലിനെ കണ്ടതും നുബുവത്ത് ഏറ്റെടുത്തതുമായ ഉത്തരവാദിത്ത ബോധം കൊണ്ട് ഭീതി ഉണ്ടായി പനിച്ച് വേർത്ത് ശരീരം വിറച്ച് താഴെ ഇറങ്ങിയ പുണ്യവാളനായ പ്രിയപ്പെട്ട വല്ലഭനെ മടിയിൽ കിടത്തിയിട്ട് പ്രകീർത്തനത്തിന്റെ ഒരു പ്രവാഹമായിരുന്നു. കല്ലാ വല്ലാഹി ലാ യുഖ്സീകല്ലാഹു അബദാ ലിഅന്നക തസിലുർ റഹിമ. ഇത് മൗലിദല്ലേ. വതഹ്മിലുൽ ഖല്ല മൗലിദല്ലേ. വതക്സിബുൽ മഅദൂമ മൗലിദല്ലേ. വതുഈനു അനാ വനവാഇബിൽ ഹഖ് മൗലിദല്ലേ. പിന്നെ അന്ന് ഏടുണ്ടായിരുന്നു. അന്ന് അതിന് തിരുവരങ്ങാടി പ്രശ്നം ഇല്ലല്ലോ. അതല്ല പേട്. സിദ്ദീഖ് റളിയല്ലാഹു ഷാഫി മദ്ഹബ് എന്നാന്ന് ചോദിക്കുക ചില ആൾക്കാർ. ഈ ഷാഫി മദ്ഹബ് എന്താന്ന് പഠിക്കണ്ടേ? വിഡ്ഢിത്തല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ റബീഉൽ പ്രമാണിച്ച് നമ്മൾ സഫർ പാതിയിലെല്ലാം തുടങ്ങിയിട്ടുണ്ടല്ലോ. റബീഉൽ ഈ തള്ളിച്ച അതന്നെയാണ് ഇഷ്ക്. ഇഷ്ക് എന്ന് പറഞ്ഞാൽ സമയം കാത്തിരിക്കില്ല, തള്ളിച്ചയാണ്. ആ തള്ളിച്ച പ്രദേശത്തും കണ്ടു. അള്ളാഹു സന്തോഷത്തോടെ കബൂലാക്കി തരട്ടെ. അപ്പോൾ ഒരാൾ എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തിരി മോഡേണിസ്റ്റാണ്. എന്നോട് പറഞ്ഞു, അതിന് പ്രകീർത്തനത്തിന് പാരാ എതിര്? പിന്നെ എന്തിനാ എതിര്? ഭക്ഷണം വെച്ച് കൊടുക്കണതിന് എതിരുണ്ടോ? ഇല്ല, അതിനും എതിരില്ല. പിന്നെ ഇതൊക്കെ കൂടി ഇങ്ങോട്ട് കൂടണേനാണ് കുഴപ്പം. അതിന് മൂപ്പര് നല്ല ഒരു ഉദാഹരണം എന്നോട് പറഞ്ഞു തന്നു. എന്താ അറിയോ? മുന്തിരിക്ക് കുഴപ്പമില്ല, മുന്തിരിന്റെ ചാറിനും കുഴപ്പമില്ല, അത് ജ്യൂസ് അടിച്ചാലും കുഴപ്പമില്ല. കള്ളായിട്ട് അത് പലതും കൂടി കണ്ട് ചേരുവായിട്ട് കള്ളായാൽ കുഴപ്പമാണ്. എന്ന പോലെ മദഹിന് കുഴപ്പമില്ല, ഭക്ഷണം കൊടുക്കണതിന് കുഴപ്പമില്ല, പാടണതിന് കുഴപ്പമില്ല, ഒക്കെ കൂടി കണ്ട് കൂടിയിട്ട് ഒരു പേരിടുന്നതിന് കുഴപ്പമാന്ന് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ ആ പണീനല്ലേ ഇപ്പം നിങ്ങൾ കൊടുക്കണം. കാരണം മൂപ്പര് ചായ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പച്ചവെള്ളത്തിന് കുഴപ്പമില്ല, ചായപ്പൊടിക്ക് കുഴപ്പമില്ല, പഞ്ചസാരക്കും കുഴപ്പമില്ല. ഇതൊക്കെ കൂടി കൂടിയിട്ട് ചായ ആകുമ്പോൾ കുഴപ്പമെന്ന് ഇപ്പം എനിക്കും പറഞ്ഞൂടെ. പണിയനെളുപ്പങ്ങൾ കൊടുക്കണമെന്ന് വെച്ചു. കള്ളിന്റെ പണിയനെളുപ്പങ്ങൾ കൊടുക്കും. കള്ള് ഹറാമാണ്, ചായ ഹലാലാണ്. എന്താ ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ അതിൽ കുടുങ്ങി. ആയി കുടുങ്ങി. ഉദാഹരണം പറയാണ് കണ്ടങ്ങള്. അപ്പൊ എന്തൊക്കെയോ മനസ്സിലാക്കി വെച്ചിരിക്കണം. അതാണ് ഒരു കാര്യം ഉറപ്പാണ്. അള്ളാഹുവിന്റെ റസൂൽ ജനിച്ചു എന്നറിഞ്ഞപ്പോൾ ലക്ഷങ്ങൾ സന്തോഷത്തിലാണ്.
കാരണം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലക്ഷങ്ങളല്ല കോടികൾ സന്തോഷത്തിലാണ്. لما ظهر عم البشرى لا البصرى كسرا كسرا غلط ساوا فعل سماوا أهل وداوا نادوا حذرا زان الجنة صاح الجنة جاء المنى تترا تترا سيد عدنان ماهي الأديان كل الأكوان منه افتخرا എല്ലാ ലമ്മാ ലഹറ മുത്തനബി വെളിവായപ്പോൾ അമ്മൽ ബുഷറ സന്തോഷം വ്യാപകമായി. പക്ഷേ ഒരു വിഭാഗം മാത്രം സന്താപത്തിലായി, ദുഃഖത്തിലായി. അത് ഇബ്ലീസും ശിങ്കടികളുമാണ്. അന്ന് തുടങ്ങിയാണ്, ഇന്നും അതിൻ്റെ അലയോലിയുണ്ട്. എന്താണ് ഏതാണ് എന്നൊന്നും ഞാൻ പറയണ്ട. റബീഉൽ അവ്വൽ ഇങ്ങോട്ടായാൽ രണ്ട് വിഭാഗം ആളുകൾ റോട്ടിൽ ഇറങ്ങും. ഒന്ന് നബിദിനം ബിദ്അത്താണ്, മറ്റൊന്ന് നബിദിനം പ്രശംസനീയമാണ് എന്ന് പറഞ്ഞ്. അത് ഖിയാമത്ത് നാൾ വരെ അങ്ങനെ തന്നെ ഉണ്ടാവും. പക്ഷേ ഇഷ്ക് അങ്ങാടിയിലെ കലവില കൊണ്ട് നിൽക്കുമെന്ന് ആരും കരുതണ്ട. ഇഷ്ക് ഒരു പ്രവാഹമാണ്, ഒരു കൊടുങ്കാറ്റാണ്, ഒരു മിന്നൽ പിടരാൻ. ചിലപ്പോൾ ഇടിനാദമാണ്, ചിലപ്പോൾ മന്ദമാരുതനാണ്. ഇഷ്കിനെ തടയിടാൻ ലോകത്തൊരു വൻകിട ശക്തിക്കും സാധ്യമല്ല. അതാണ് മഹബ്ബത്ത്, അതാണ് ഇഷ്ക്. മുസ്തഫ നബി ഒറ്റയാളായി തുടങ്ങിയതല്ലേ. ജാഹിലിയ സംസ്കൃതിയിൽ, കൾച്ചറിൽ വിശുദ്ധമായ ആദർശത്തിന്റെ പ്രദർശനവും നിദർശനവും പ്രചരണവും പ്രബോധനവും ഒന്നിൽ നിന്ന് തുടങ്ങിയതാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ 23 കൊല്ലം കൊണ്ട് ആഗോളാടിസ്ഥാനത്തില് ഒരഭിപ്രായ പ്രകാരം 10 ലക്ഷം അനുയായികളോ മക്ക മദീനയിൽ മാത്രമല്ല, റസൂലുള്ളാഹിന്റെ വേർപാടിന്റെ സമയത്ത് ഈ ഭൂപ്രപഞ്ചത്തിലുണ്ട് എന്ന് ചില ചരിത്രകാരന്മാരെ രേഖപ്പെടുത്തുകയാണ്. ഒന്നിൽ നിന്ന് 10 ലക്ഷമാക്കി മുഹമ്മദ് മുസ്തഫ. അന്നത്തെ 10 ലക്ഷം, ഇന്നിപ്പോൾ 800 കോടി മനുഷ്യന്മാരുണ്ട്. അന്ന് ലോകാടിസ്ഥാനത്തിൽ 15 കോടിൻ്റെ അപ്പുറമില്ല. അതിനാണ് 10 ലക്ഷം ഉണ്ടാക്കിയത്. എന്നാൽ റസൂലുള്ള എല്ലായിടത്തേക്കും പോയിട്ടുണ്ടോ? ഇന്ന് നേതാക്കൾ എല്ലായിടത്തേക്കും എത്തൂലേ? സംഘടനാ നേതാക്കൾ എത്താത്തൊരു സ്ഥലമുണ്ടോ? അവരെന്നെ പോവും, അവർ പ്രസംഗിക്കും, അവർ മെമ്പർഷിപ്പ് കൊടുക്കും. അങ്ങനെയല്ലേ? അള്ളാഹുവിന്റെ റസൂൽ എല്ലായിടത്തും എത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. നമ്മുടെ കേരളത്തിൽ വന്നിട്ടില്ലല്ലോ. പക്ഷേ മുത്തനബി മദീനയിൽ ഭരണം നടത്തുന്ന സമയത്ത് കേരളത്തിൽ പള്ളിയുണ്ട്, മുസ്ലിം ഉണ്ട് എന്നല്ല, പള്ളിയുണ്ട്. കണ്ണൂർ മാടായി പള്ളിയുടെ ചുമരിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് ഹിജറ 5-ാം കൊല്ലത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ റസൂൽ കേരളത്തിൽ വന്നിട്ടില്ല. കാരണം ഒന്നിൽ നിന്ന് തുടങ്ങി വഫാത്തിന്റെ സമയത്ത് 10 ലക്ഷമാക്കി മക്ക മദീനകളിൽ മാത്രം സഞ്ചരിച്ചിട്ട് മുത്തു മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കണേ, ചിന്തിക്കണേ. കാരണം ബഹുമാനപ്പെട്ട ഉസ്താദ് അസ്ഹർ അലി ഫൈസി അതിനൊരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിച്ച വ്യാഖ്യാനമാണ്. ഈ മുതഅല്ലിം അവര് പറഞ്ഞ വ്യാഖ്യാനം പറയാതെ മറ്റൊരു വ്യാഖ്യാനമാണ് പറയുന്നത്. അപ്പോഴല്ലേ പുതിയത് പഠിക്കാൻ കഴിയോ? വവജദക, അല്ലാഹു അങ്ങ് എത്തിച്ചില്ല നബിയേ. അല്ലാഹൻ സമൂഹത്തിൽ നിന്ന് ഒഴിഞ്ഞ് ഹിറാ ഗുഹയുടെ ഉള്ളിലെത്തിച്ചില്ലേ. ഒറ്റപ്പെട്ട് സമൂഹത്തിൽ നിന്ന് മാറി നിന്ന് തെറ്റി നിന്നവരായി എത്തിച്ചില്ലേ. ഫഹദാ, നുബുവത്ത് കൊണ്ട് അങ്ങേക്ക് ഹിദായത്തിന്റെ വെളിച്ചം, നുബുവത്ത് കൊണ്ട് വഹി കൊണ്ട് നൽകിയത് അല്ലാഹല്ലേ യാ റസൂലല്ലാഹ്. പിന്നെ 10 കൊല്ലം അങ്ങ് കഴിഞ്ഞപ്പോൾ വവജദക, അങ്ങേ പടച്ചവൻ എത്തിച്ചില്ലേ. ലാലൻ ഇസ്രാ മിറാജിന്റെ റൂട്ട് മാപ്പ് അറിയാതെ എങ്ങനെയാണ് പോവുക എന്ന അന്താളിപ്പിലായി മക്കയിൽ നിൽക്കുന്ന സമയത്ത് ഫഹദാ, ആകാശത്തിലേക്കുള്ള റൂട്ട് മാപ്പ് അറിയിച്ചു തന്നത് അല്ലാഹല്ലേ നബിയേ. അങ്ങനെ അള്ളാഹുവിന്റെ റൂട്ട് മാപ്പ് അനുസരിച്ചുകൊണ്ടല്ലേ അങ്ങ് സപ്താകാശങ്ങളിലേക്ക് ഉയർന്നത്. അത് മനോഹരമായി ആശിഖുർ റസൂൽ ഉമർ ഖാലി ബലിങ്കൂത്തി അറിയിക്കുകയാണ്. വസറൈത ലൈലൽ ലാ യസാലു ബഹീമാ ഫൗകൽ ബുറാഖി മുസറജം മസ്മൂമാ തർകായു സായിർ കല്ലമീനു നദീമാ
تعلو لحضرة قدسه تقديما صلوا عليه وسلموا تسليما. ഈ വിളയിലും വാഴക്കാടിന്റെ പരിസരവും സ്വലാത്തിന്റെ പ്രകാശ പ്രസരണം കൊണ്ട് പുണ്യവാളനായ മുത്ത മുസ്തഫാന്റെ മഹബത്തിന്റെ മടിത്തട്ടിൽ നക്ഷത്രതുല്യം വീണ് ആ സൂര്യോദയത്തിന്റെ കിരണങ്ങളെ കൊണ്ട് ഈ സദസ്സ് പ്രശോഭിതമാകാൻ, അതിൽ നമ്മുടെ ആദികളോട് വ്യാധികളോട് രോഗങ്ങളോട് പരാതികളോട് പ്രശ്നങ്ങളോട് ക്ലേശങ്ങളോട് കടങ്ങളോട് മാരക രോഗങ്ങളോട് ബുദ്ധിമുട്ടുകളോട് വിട പറയാനൊന്ന് ചൊല്ലുമോ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. പരിശുദ്ധമായ ഖുർആനിൽ 114 അധ്യായങ്ങളിലായി 88 തവണയാണ് യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിളിച്ചത്. അത് തുടങ്ങുന്നത് 104-ാം വാക്യമാകുന്ന സൂറത്തുൽ ബഖറയിലെ ഒരു ആയത്ത് കൊണ്ടാണ്. ആ ആയത്ത് തന്നെയും റസൂലുള്ളാഹിന്റെ ഖബറിനെ പ്രകാശിപ്പിക്കുന്ന ആയത്താണ്. ഞാൻ ഒന്നുകൂടെ പറയാ, 88 തവണയാണ് ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറയുന്നത്. അത് തുടങ്ങുന്നത് എന്താ അറിയോ? റസൂലുള്ളാഹിന്റെ ഖദറിനെ മനസ്സിലാക്കി തന്നുകൊണ്ടാണ്. ഏതാണ് ആയത്ത്? 104-ാം നമ്പർ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലൂ റായിന വഖൂലു ഉൻദുർന വസ്മഉ വലിൽ കാഫിരീന അദാബുൻ അലീം. ഇങ്ങനെയാണ് യാ അയ്യുഹല്ലദീന ആമനൂ തുടങ്ങുന്നത്. അതിനു മുമ്പ് യാ അയ്യുഹല്ലദീന ആമനൂ ഇല്ല. അതിന് മുമ്പ് 103 ആയത്ത് വേറെ ഉണ്ട്. അതിലൊക്കെ യാ അയ്യുഹന്നാസ്, യാ ബനി ആദം, യാ ബനി ഇസ്രാ അങ്ങനെയൊക്കെ ഉണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഇല്ല. യാ അയ്യുഹല്ലദീന ആമനൂ തുടങ്ങുന്നത് സൂറത്തുൽ ബഖറയിൽ 104-ാം നമ്പർ ആയത്താണ്. തുടങ്ങണേനെ റസൂലുള്ളാഹിന്റെ ഖദർ പറഞ്ഞിട്ട് യാ അല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനൂ. ഈ വിളി കേട്ടാൽ തന്നെ എല്ലാവരും സടകുടഞ്ഞെഴുന്നേൽക്കുന്നതാണ്. ഒരു വാപ്പ മകനെ ഉപ്പാന്റെ കുട്ടി എന്ന് വിളിച്ചാൽ മോൻ തിരിഞ്ഞു നോക്കുന്നതാണ്. ഒരു അധ്യാപകന് സ്റ്റുഡന്റിനെ എന്റെ ശിഷ്യ എന്ന് വിളിച്ചാൽ തിരിഞ്ഞു നോക്കുന്നതാണ്. ഒരു ഭർത്താവ് ഭാര്യയെ സ്നേഹവായ്പോടെ വിളിച്ചാൽ അവൾ തിരിഞ്ഞു നോക്കുന്നതാണ്. പടച്ചവൻ ഈ ഭൂമിലോകത്ത് ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ ക്വാളിഫിക്കേഷന് യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പടച്ചവന് സംബോധിക്കുന്നത് ആരെയാണോ ആ സംബോധകരിൽ ഉൾപ്പെടലാണ്. നമ്മളതിൽ ഉൾപ്പെട്ടല്ലോ, അൽഹംദുലില്ലാഹ്. ഇത് ബുദ്ധി കൊണ്ട് ഉൾപ്പെടാൻ പറ്റുന്ന വിഭാഗമല്ല. മനുഷ്യന്റെ ഗവേഷണം കൊണ്ട് എത്താൻ പറ്റുന്ന ഫീൽഡല്ല. പാടവം കൊണ്ട് ചെന്ന് ചേരാൻ പറ്റുന്ന മേഖലയല്ല. അത് അള്ളാന്റെ തെരഞ്ഞെടുപ്പാണ്. ഇതിലെങ്ങാനും നമ്മൾ പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ പിന്നെ നമ്മൾ പടലി യാ അയ്യുഹല്ലദീന കഫറു എന്ന വിഭാഗത്തിലാ. അല്ലാഹു ഇതിലായി ജീവിപ്പിച്ച് ഇതിലായി നല്ല സമയത്ത് പ്രസന്ന ഭാവത്തോട് കലിമ ഉറക്കെ ചൊല്ലി സ്വർഗം കണ്ടു മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തുടങ്ങുകയാണ് യാ അയ്യുഹല്ലദീന ആമനൂ എന്ന വിളി. എന്നിട്ട് ആ പ്രാരംഭത്തിലെ മുത്ത് ഹബീബിന്റെ പ്രകീർത്തനമാണ് ലാ തഖൂലൂ റാഇനാ. റാഇൽ ഗനം മുഹമ്മദ് മുസ്തഫ. ആദ്യകാലത്ത് റായി ആയിരുന്നു അള്ളാഹുവിന്റെ റസൂൽ. ആദ്യകാലത്ത് റായി അത് ഫെയിലും ഫാലായിട്ട് പോയിക്ക, ഇസും ഫാലായിട്ട് പോയിക്ക, രണ്ടും ഞാൻ അർത്ഥം വെച്ചരാ. നിങ്ങൾ പേടിക്കണ്ട, എന്താ എങ്ങനെ പോകണം, എങ്ങനെയും പോവാം അങ്ങനെയും പോവാം. റായി ഫെയിലും ഫാലായിട്ട് പോയിക്ക, ഇസ്മു ഫാലായിട്ട് പോയിക്ക. ഇസ്മു ഫാലായിട്ട് പോയിക്കുമ്പോൾ അതിനർത്ഥം മേക്കുന്ന ആൾ എന്നാണ്. കാരണം മുസ്തഫ നബി ആടിനെ വെക്കുന്ന ആളായിരുന്നു. അതിലൊരു തന്ത്രം കിട്ടോ. എന്തിനാ അള്ളാഹുവിന്റെ റസൂലിന് ആടുകളെ കൊടുത്തത്? ഇനി ഉമ്മത്തിനെ മേക്കാനുള്ള ആളാണ്. അതിൻ്റെ റിഹേഴ്സലാണത്. അള്ളാഹുവിന്റെ റസൂലിന് നുബുവത്തിന് മുമ്പ് തന്നെ അള്ളാഹു തആല എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിലൊക്കെ എത്രയോ ഹിക്മത്തുകളുണ്ട്. അത് പഠിച്ചാൽ ഈമാൻ വർദ്ധിക്കും. എന്തിനാണ് ആദ്യം ആടുകളെ കൊടുത്തത്? ആടുകളെ കൊടുത്ത് മേച്ചിങ്ങനെ പഠിച്ച് വളരണം. കാരണം ഉമ്മത്തിനെ മേക്കാനുള്ള ആളാണ്. പക്ഷേ യഹൂദികൾ എന്ത് ചെയ്യും? ആ പഴയകാല ഓർമ്മയിൽ റായിന ഞങ്ങൾ ആടിനെ വെച്ച്, ഞങ്ങളൊക്കെ ആടുകളെ മേച്ചിരുന്ന മനുഷ്യാന്ന് വിളിക്കും. സത്യത്തിൽ സ്വഹാബാക്കൾ ഇത് ഉപയോഗിക്കൽ റായി അങ്ങ് പരിഗണിക്കണം നമ്മളെ എന്ന അർത്ഥത്തിനാണ്. പക്ഷെ ഇവരത് മുതലാക്കും. കാരണം
റായി എന്ന് ഇസ്മ ഫായിലാക്കാൻ ആടിനെ മേക്കുന്ന ആള് നടത്തുന്നുണ്ട്. അപ്പൊ പഴയ കാലത്ത് ആ ജോലി എടുത്തിട്ട് നുബുവത്ത് കിട്ടിയതിനു ശേഷം ഇവർ ആദ്യകാലത്ത് ഓർമ്മപ്പെടുത്തിയിട്ട് ഞങ്ങളൊക്കെ ആടിനെ മേച്ച് നടന്നിരുന്ന ഒരാളല്ലേ റായിന, ഞങ്ങൾ ആടിനെ മേക്കുന്ന ആളെ എന്ന് വിളിക്കും. അപ്പൊ ഇവരത് തുറന്ന് പറയില്ല, ഇവരെ ഉള്ളിലുള്ള വെപ്പതാണ്. മനസ്സിലായില്ലേ? തുറന്ന് ഞങ്ങൾ ആ അർത്ഥാണ് കൊടുക്കണമെന്ന് അവർ പറയില്ല. പക്ഷെ അവരെ മുഖഭാവത്തിലും അവരുടെ ആ ചിരിയിലും അവരുടെ പരിഹാസത്തിനൊക്കെ മനസ്സിലായി ഇവരാ പഴയ കാലത്തെ വേല ഓർമ്മപ്പെടുത്തിയിട്ട് താഴ്ത്തി വിളിക്കാണ് എന്ന്. അപ്പൊ അള്ളാഹു തആല ബ്ലോക്ക് ചെയ്തു. നോ, മേലാൽ ആ വാക്ക് പറയാൻ പാടില്ല. ഉന്തുർന്നാന്ന് പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ, പിന്നെ ആടിനെ വെക്കുന്ന ആളെന്ന് അവിടെ വരുമല്ലോ. അവിടെ ഫീലും ഫായിലും മഫൂൽ തന്നെയല്ലേ ഉള്ളൂ. ഉന്തുർന്ന ഞാൻ ഇസ്മ ഫായിലാക്കാൻ പറ്റൂലല്ലോ. അതിൽ ഇവർ കുടുങ്ങി. യാ അല്ലാഹ്, ഇനി അതിനപ്പുറം വേറെ ഒന്നുകൂടിയുണ്ട്. റായി എന്ന് പറഞ്ഞാൽ ഹിബ്രു ഭാഷയിൽ വിഡ്ഢി എന്നാണ് അർത്ഥം. അല്ലാഹുവേ, അറബ് ഭാഷയിലെല്ലാ ഭാഷ മാറിയാൽ അതിന് സഫീഹ്, വിഡ്ഢി എന്നൊരർത്ഥമുണ്ട്. ഇവിടെ യഹൂദികൾ വന്നുകൊണ്ട് മുസ്തഫ നബിയോട് റായിന എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലിരുപ്പ് ഹിബ്രു ഭാഷയിലുള്ള വിഡ്ഢി എന്ന അർത്ഥത്തിൽ ബോധിപ്പിക്കലാണ്. ഹൃദയം വായിക്കാൻ അറിയുന്ന, കൃത്യമായി ഹൃദയത്തിൽ അങ്കുരിക്കുന്ന സകല ചിന്തകളും കൃത്യമായി വ്യക്തമായി അറിയുന്ന അല്ലാഹ് മറ്റൊരു ഭാഷ ഉപയോഗിച്ചുകൊണ്ട് റസൂലുള്ളാഹിനെ താഴ്ത്താൻ പറ്റുന്ന പ്രയോഗത്തെ മുറിച്ച് കളയുകയാണ്. ലാ തഖൂലു റായിന, ഹബീബിന്റെ മുഖത്ത് നോക്കി റായിന എന്ന് വിളിക്കല്ലേ, ഞങ്ങളെ പരിഗണിക്കണമെന്ന് പറയലല്ലേ നിങ്ങളുടെ ഉദ്ദേശം, ഞങ്ങളെ കേൾക്കണമെന്ന് അറിയിക്കലല്ലേ നിങ്ങളുടെ താല്പര്യോ. അതിന് ഒരു ഭാഷയിലും മോശപ്പെട്ട അർത്ഥമില്ലാത്ത ഉന്തുർന എന്ന വാക്ക് ഉപയോഗിച്ചോ. മറ്റൊരു ഭാഷയിൽ ഹീനമായ മാനയുള്ള വാക്ക് തന്നെ മുത്തുനബിയുടെ മുഖത്ത് നോക്കി വിളിക്കല്ല. ആ മുഖം ദുഹായാണ്, ആ മുഖം ശംസാണ്, ആ മുഖം നജ്മാണ്, ആ മുഖം ഖമറാണ്, ആ മുഖം സിറാജാണ്, ആ മുഖം മുനീറാണ്, ആ മുഖം പ്രോജ്വല താരകമാണ്, ആ മുഖം ലോകത്തിന്റെ അമ്പളിയാണ്. ഇന്ന ബൈതന്നത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുറൂജി വജ്ഹു കൽവല്ലാഹു ഹുജ്ജതുനാ യൗമ യത്തിന്നാസു ബിൽ ഹുജജി സല്ലി റബ്ബൽ ആലമീന അലാ. റബീന്റെ സന്ദേശത്തിന്റെ പ്രാരംഭ പ്രഭാഷണ വേദിയിലെ മദ്ഹിന്റെ ഈ മുതഅല്ലിമിന്റെ വാക്കുകളിൽ പടക്കുന്ന ഒരു സന്ദേശമുണ്ട്. അത് നമ്മുടെ സുശക്തമായ ശ്രേഷ്ഠ പ്രമാണത്തെ പരിചയപ്പെടുത്തലാണ്. നമ്മുടെ പ്രമേണമേതാണ്, നമ്മുടെ പ്രാണനേതാണ്, നമ്മുടെ പ്രേമമേതാണ്, നമ്മുടെ ആത്മാവിന്റെ പ്രയാണമേതാണ്. അത് പ്രകീർത്തനത്തിന്റെ പാലായനത്തിൽ നിന്ന് ഉയർക്കൊള്ളുന്ന വാക്കുകളാണ്. വജ്ഹുകൽ വല്ലാഹു ഹുജ്ജതുനാ യൗമ യത്തിന്നാസു ബിൽ ഹുജജി വജ്ഹുകൽ വല്ലാഹ്. പരകോടി ജനവിഭാഗം മഹ്ശറിൽ അള്ളാന്റെ റസൂലേ രക്ഷപ്പെടാനുള്ള പല പ്രൂഫുകളുമായി ഓടിയെത്തുമ്പോൾ അള്ളാന്റെ മുമ്പിൽ ഞങ്ങൾക്ക് വെച്ചു കൊടുക്കാനുള്ള പ്രൂഫ്, അള്ളാന്റെ മുമ്പിൽ ഞങ്ങൾക്ക് വെച്ചു കൊടുക്കാനുള്ള ആദരവിന്റെ ആധാരം, അള്ളാന്റെ മുമ്പിൽ സ്വർഗം തുറന്നു കിട്ടാൻ അങ്ങ് പറയാനുള്ള ഏറ്റവും വലിയ അഡ്രസ് വജ്ഹുകൽ വല്ലാഹ്, അങ്ങയുടെ പ്രസന്നമായ മുഖമാണ് നബിയേ. ഹുജ്ജതുനാ, മഖ്ദൂമി പാരമ്പര്യത്തിൽ നിന്ന് മശ്രിഖ് മഗ്രിബിനിടയിൽ ഖിയാമത്ത് നാൾ വരെ ഇഷ്കിന്റെ അക്ഷരവീജികളിലൂടെ മദ്ഹിന്റെ സന്ദേശമുയർത്തുന്ന പ്രഭാഷണ ഉദ്യാനത്തിൽ നിന്ന് മുഹിബ്ബീങ്ങളെ കേൾക്കാനുള്ള തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെടേണ്ട ഹൃദയത്തിന്റെ പൂമാലയല്ലയോ ഈ കവിത. വജ്ഹുകൽ വല്ലാഹു ഹുജ്ജതുനാ യൗമ യത്തിന്നാസു ബിൽ ഹുജജി. ജനങ്ങൾ പല പേപ്പറുകളുമായി, ആധാരങ്ങളുമായി, അഡ്രസ്സുകളുമായി, രേഖകളുമായി കടന്നു വരുമ്പോ അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി, സ്വർഗീയ ഉദ്യാനത്തിന്റെ അംഗത്വത്തിന് വേണ്ടി മശ്ശർ സഭയിൽ ഞങ്ങൾക്ക് സമർപ്പിക്കാനുള്ള രേഖ ഏതെന്നറിയോ? അത് അങ്ങാണ് യാ റസൂലല്ലാഹ്. ഹുബ്ബൻ
النبي ومدحه خير العمل وعسى الإله به يبلغه الأمل وله بنيل شفاعة طه كفل عند الإله منعما تنعيما صلوا عليه وسلموا تسليما നബി കീർത്തനം ഖൈറായ അമലാണ് സുദീ നിനക്കായി നൽകും നാഥനോ അതിനാൽ കൊതി നബി നായകർ ശുപാർശയും നൽകാൻ മതി നാളത്തെ ഫൗസ് സലാമത്തും അതിനാൽ വിധി സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്നെ കേൾക്കുന്ന ഈ വിളയിലെ പരിസരത്തുള്ള പ്രിയപ്പെട്ട ആണുങ്ങളെ, ഉമ്മമാരെ, പെങ്ങന്മാരെ, പൊന്നാനി പ്രദേശത്ത് വസൂരി പടർന്ന് പന്തലിച്ചുകൊണ്ട് ഡസൻ കണക്കിന് ആളുകൾ കൊടിഞ്ഞു വീണ് മരിച്ചു മയ്യിത്തായി കബറടക്കപ്പെടുന്ന സമയത്ത് മഹ്ദൂദങ്ങളാകുന്ന മുദരിസിന്റെ അരികിലേക്ക് കടപ്പുറത്തുകാർ ഓടിക്കതച്ചെത്തിയ സമയത്ത് ആ വസൂരിയെ നാടുകടത്താൻ വേണ്ടി മഹ്ദൂദങ്ങൾ എടുത്തത് പച്ചമരുന്നല്ല, യുനാനി ഗുളികയല്ല, അലോപ്പതിക്കാരന്റെ ഗുളിക വലുപ്പമുള്ളതല്ല, വേറെ ഏതെങ്കിലും അരിഷ്ടമല്ല, കഷായങ്ങളല്ല. ഇതൊന്നും സേവിക്കുന്നത് കൊണ്ട് കുഴപ്പവുമില്ല. പക്ഷേ മഹ്ദൂദങ്ങള് അന്ന് വസൂരിയിൽ നിന്ന് പൊന്നാനിക്കാരെ മോചിപ്പിക്കാൻ വേണ്ടി എടുത്ത മദ്ഹിന്റെ മരുന്നാണ് ഇവിടെ തുടങ്ങിയത്. സുബ്ഹാനല്ലദീ അത്ലാ ഫീ ശഹ്രി റബീഇൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം വസമ്മാഹു മുഹമ്മദാ. ഇത് വീടുകളിൽ പരിലസിക്കട്ടെ, ഇത് കുഞ്ഞുങ്ങളുടെ അധരങ്ങളിലൂടെ പ്രസരിക്കട്ടെ, ഇത് റബീഉൽ അവ്വലിന്റെ ഓരോ രാവുകളിലും ഗൃഹാന്തരീക്ഷം ധന്യമാക്കട്ടെ. ആ പഴയകാല പ്രതാപത്തിലേക്ക് തിരിച്ചു വരിക. കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രതാപമില്ലേ, ശംസുൽ ഉലമയുടെ പ്രതാപമില്ലേ, വരക്കൽ തങ്ങളുപ്പാപ്പാന്റെ പ്രതാപമില്ലേ, പാങ്ങിൽ ഉസ്താദിന്റെ പ്രതാപമില്ലേ, മഹാനായ അബ്ദുൽ ബാരി ഉസ്താദിന്റെ, പറവണ്ണ ഉസ്താദിന്റെ, ശാലിയാത്തി ഉസ്താദിന്റെ, സി എച്ച് ഉസ്താദിന്റെ, കെ കെ ഉസ്താദിന്റെ, കെ ടി ഉസ്താദിന്റെ, നാട്ടിക ഉസ്താദിന്റെ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ, ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ പ്രതാപത്തിലേക്ക് തിരിച്ചു വരിക. മൗലിദുകൾ ഓതുക. രണ്ട് ലോക രക്ഷക്കുള്ള കവചമാണ്. നുബുവത്തിന് ശേഷം ആദ്യമായി മുത്തനബിയുടെ മൗലിദിന് തിരികൊളുത്തിയത് ഉമ്മമാരെ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയാണ്. പിന്നെ അങ്ങോട്ട് മൗലിദ് തന്നെ എവിടെ ഇല്ലാത്തത്? അപ്പൊ പറയും ഈ കോലത്തിലുണ്ടോ? അന്ന് നിക്കാഹുണ്ട്, പക്ഷെ ഇക്കോലത്ത് നിക്കാഹുണ്ടോ? ഒന്ന് നടക്കണേ കല്യാണം അന്നുണ്ടോ? എന്ന് അതൊക്കെ നിർത്തിയാക്കി. കല്യാണം ഉണ്ട്, അന്നിക്കാവും ഈ സുന്നത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിന്റെ എൻ്റെ വീട്ടിൽ നടക്കുന്ന പോലെയാണോ അന്നത്തെ കല്യാണം? അന്ന് പള്ളിയുണ്ട്, പക്ഷെ ഇക്കോലത്തിലുള്ള പള്ളിയുണ്ടോ? കാരണം റസൂലുള്ളാഹിന്റെ കാലത്തെ പള്ളിക്ക് തട്ടില്ല. അന്ന് തട്ടുണ്ടാക്കാൻ സൗകര്യമില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കാരണം മണ്ണും കല്ലൊക്കെ അന്നില്ലേ. സിമെന്റല്ലേ ഇല്ലാത്തുള്ളൂ, കുമാലല്ലാത്തുള്ളൂ, കമ്പിയല്ലാത്തുള്ളൂ, മാർബിളല്ലാത്തുള്ളൂ. അന്നെന്താ തട്ടുണ്ടായിക്കൂടെ? മണ്ണും കല്ലും കുഴച്ചിട്ട് തട്ടുണ്ടായിക്കൂടെ? ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷെ അന്ന് തട്ടില്ല. അപ്പം ഇനി ഇന്ന് എന്ത് വെക്കണം? തട്ടില്ലാത്ത പള്ളിയൊക്കെ തട്ടിന് മേലെ ഇരുന്നാൽ വിദേഹത്ത് വരും എന്ന് പറയാം. ജുമാക്ക് മേലെ ഇരുന്നാൽ അവരൊന്നും നിസ്കാരം ചേരാവില്ല. കാരണം ഒക്കെ മുത്തരീങ്ങളാണ്. കാരണം റസൂലുള്ളാഹിന്റെ കാലത്തെ പള്ളിക്ക് തട്ടില്ല. ഇവർ തട്ടുണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ ഇരുന്നിട്ടാണ് നിക്കാരം കൊണ്ട് കളിക്കണേ. പറയും നാളെ പ്രസംഗിക്ക് തുടങ്ങി. ഞാൻ പുതിയ വിഷയം ഉണ്ടാക്കി തരാം. എനിക്ക് വിഷയത്തിന് എന്തെങ്കിലും പഞ്ഞുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം. അപ്പം 2 വിഷയം ഇട്ടൊന്നു. ഇനി 3ാമത്തെ കേട്ടോളൂ. അന്ന് ഭക്ഷണം കൊടുക്കലുണ്ട്, പക്ഷെ ഇന്നത്തെ കുഴിമന്തി അന്നുണ്ടോ? അപ്പം അന്നത്തെ ഭക്ഷണം മാത്രം കൊടുക്ക്. എടോ, അതിന് ഇബാദത്ത് 2 തരത്തിലുണ്ട്. ഒന്ന് രൂപം നിർണിതമായതുണ്ട്, രൂപം നിർണിതമല്ലാത്തുണ്ട്. ഇസ്ലാം കാര്യത്തിൽ ഇബാദത്ത് മുഴുവനും രൂപം നിർണിതാണ്. ഒക്കെ 5 വക്ത് നിസ്കാരം അത് 6 വക്താക്കാൻ പറ്റൂല, 4 വക്താക്കാനും പറ്റൂല. മഗ്രിബ് 4 റക്അത്താക്കാനും പറ്റില്ല, 2 റക്അത്താക്കാനും പറ്റില്ല. ഇശ 3 റക്അത്താക്കാനും പറ്റില്ല, 5 റക്അത്താക്കാൻ പറ്റില്ല. സുബഹിക്ക് ഒരാൾ എണീറ്റിട്ട് പറയണം അല്ലാഹു തആല 2 റക്അത്താക്കിയത് എണീറ്റിട്ട് നിസ്കരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് കരുതിയിട്ടാണ്. എനിക്കിപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ സുബഹി ഒരു 5 റക്അത്ത് നിസ്കരിക്കട്ടെ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ വാദിച്ച് നിസ്കരിച്ചാൽ ഇസ്ലാം എന്നാണ്ട് പുറത്തു പോകും. കാരണം ഇജ്മാഇനെതിരാണ്. അത് രൂപം നിർണയിച്ചതാണ്. സക്കാത്ത് രൂപം നിർണയിച്ചതാണ്.
അത് കൊല്ലം കൂടുമ്പോൾ കണക്കൂട്ടി കൊടുക്കേണ്ട സംഗതിയാണ്. അതെന്നെ വ്യക്തിപരമായിട്ട് കൊടുക്കണം, കമ്മിറ്റിനെ ഏൽപ്പിക്കാനും പാടില്ല. അതൊക്കെ രൂപനിർണീതാണ്. ഹജ്ജ് രൂപനിർണീതാണ്. ശവ്വാലിൽ പറ്റൂല, ശവ്വാൽ ഇഹ്റാം ചെയ്യാം, പക്ഷേ ശവ്വാൽ അറഫി പോയിക്കാൻ പറ്റുമോ? മുഹറത്തിൽ ഹജ്ജിന് പോകാൻ പറ്റുമോ? ഹജ്ജിന് ഇഹ്റാം ചെയ്തിട്ട് മുഹറത്തിൽ പോകാൻ പറ്റുമോ? അത് രൂപം നിർണ്ണയിക്കപ്പെട്ട. പക്ഷേ രൂപം നിർണ്ണയിക്കാത്ത ചില രംഗങ്ങളുണ്ട്. അതാണ് ബിനാഉൽ മസ്ജിദ്, പള്ളി നിർമ്മാണം. അത് കൂലിട്ടുന്ന കാലം. രൂപം ഇന്ന രൂപത്തിൽ റസൂല് പഠിപ്പിച്ചില്ല. നാട്ടിൽ എല്ലായിടത്തും പള്ളി ഉണ്ടാക്കണ്ടേ? അതിനൊക്കെ അന്ന് മാപ്പ് തരികയാണെങ്കിൽ ജനങ്ങൾ കുടുങ്ങൂലേ? രൂപം നിർണ്ണയിതല്ല. അപ്പോൾ ഏത് രൂപത്തിലുണ്ടാക്കുക? ഏതെല്ലാ രീതിയിലുള്ള പള്ളി ഉണ്ടെന്ന് ലോകത്ത് ഒക്കെ കൂലിട്ടുന്ന കാര്യമില്ലേ? അവിടൊക്കെ മമ്പനാബി ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന എന്ന് ഹദീസ് ഓതിയിട്ട് അർത്ഥം വെക്കുന്ന ആൾക്കാരെ പള്ളിൻ്റെ രൂപത്തിലേക്ക് ഞങ്ങൾ നോക്കൂല. എന്തുകൊണ്ട്? മാപ്പ് കാണിച്ചു തന്നിട്ടില്ല. പള്ളി ഉണ്ടായിക്കോളിന്ന് പറഞ്ഞേ ഏത് രൂപത്തിലും ആകാം. ഭക്ഷണം കൊടുത്തോളി, ഇത്വാം, അതിനെന്നെ ബാബുണ്ട് ഫിഖഹിൽ, അത് കൂലിട്ടുന്ന കാര്യമാണ്. പക്ഷേ ഏത് ഭക്ഷണം എന്നന്ന് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞാൽ കുടുങ്ങൂലേ? ദഅവത്ത്, പ്രബോധനം, അത് വലിയ കൂലിയുള്ള കാര്യമാണ്. പക്ഷെ രൂപം പറഞ്ഞിട്ടില്ല. അന്നത്തെ അതേ രൂപത്തിൽ പ്രബോധനം നടത്തുകയാണെങ്കിൽ ഓരോ ആളുകൾ ഒട്ടകപ്പുറത്തേറിയിട്ട് പോകണ്ടേ അല്ലേ? അന്നത്തെ അതേ രൂപത്തിൽ ദഅവത്തുണ്ടോ? ഇല്ല. അപ്പൊ രൂപം നിർണീതമല്ല. ചിന്തിക്കണേ. രൂപം നിർണീതമല്ലാത്തതിൽപ്പെട്ടതാണ് സ്നേഹപ്രകടനം. സ്നേഹപ്രകടനം, ആഘോഷപ്രകടനം കൃത്യമായി ഖുർആൻ പറഞ്ഞതാണ്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതി ഫബിദാലിക ഫൽയഫറഹൂ. എതിർക്കുന്ന മുഴുവൻ ആളുകളും ഈ ആയത്തിലേക്ക് അർത്ഥം വെച്ച് പോകാതെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതി എന്നതിന് ശേഷം ഫൽയഫറഹൂ എന്നതിൻ്റെ ഇടയിൽ ഫബിദാലിക ഉണ്ട്. അതൊന്ന് നോട്ട് ചെയ്യണേ. ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാര് പറയുന്നു, അവിടെ ഫബിദാലിക എന്ന് പറയാനുള്ള കാരണോ, ആഘോഷ പ്രകടനം നടത്തുകയാണെങ്കിൽ, സന്തോഷ പ്രകടനം നടത്തുകയാണെങ്കിൽ, ആഹ്ലാദ പ്രകടനം നടത്തുകയാണെങ്കിൽ അതിന് ഏറ്റവും ബന്ധപ്പെട്ടത് ബിൽഡിംഗ് അല്ല, സംഘടനയല്ല, ബർത്ത്ഡേ അല്ല, മറ്റുള്ള മനുഷ്യന്മാരുടെ ബർത്ത്ഡേ അല്ല, മറിച്ച് മുത്തുനബിയാണേ. ഒരാൾക്ക് ആഘോഷ പ്രകടനം നടത്തണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും ബന്ധപ്പെട്ടത് റഹ്മത്തുൽ ലിൽ ആലമീനായ, റാഹത്തുൽ ലിൽ ആശിഖീനായ മുഹമ്മദ് മുസ്തഫ എല്ലാ ദിവസങ്ങളിലും ആഘോഷിക്കേണ്ടതാണ്. എല്ലാ ദിവസങ്ങളിലും ആഘോഷിക്കുന്നുമുണ്ട്. പക്ഷെ അള്ളാന്റെ റസൂല് ജനിച്ച ദിവസം വരുമ്പോൾ ഒരു സ്വാഭാവികമായ സ്നേഹത്തിന്റെ ഒഴുക്കാണ്. പ്രത്യേകമായ പേര് വെച്ചുകൊണ്ട് പ്രത്യേകമായ ഭാവത്തിലോ സ്വഭാവത്തിലോ ആഘോഷിക്കുക എന്നത് മഹബത്തിൽ നിർഗളിക്കുന്ന, മഹബത്തിൽ നിന്ന് ഉടലെടുക്കുന്ന സ്വഭാവമാ. അതുകൊണ്ടുള്ള നേട്ടമോ, പല ആളുകളും നിസ്കാരം തുടങ്ങുന്നതാണ്, പല ആളുകളും കള്ളുകുടി ഒഴിവാക്കുന്നതാണ്, പല ആളുകളും സുന്നത്തെടുക്കുന്നതാണ്. കാരണം അതിൽ പ്രധാനപ്പെട്ടത് റസൂലുള്ളാന്റെ മദ്ഹ് പറയലാണ്. മദ്ഹ് പറയുന്ന സമയത്ത് സ്വർഗം പറയും, നരകം പറയും, സ്വർഗത്തിലേക്കുള്ള കാരണങ്ങൾ പറയോ, നരകത്തിൽ പോകുന്നതിനുള്ള ലക്ഷണങ്ങൾ പറയോ. റസൂലുള്ളാഹിനെ സ്നേഹിച്ചുകൊണ്ട് ഒരു ഇത്തിരി സ്നേഹത്തിന്റെ കണികയെങ്കിലും ഉള്ളിലുണ്ടായിട്ട് ഏതെങ്കിലും ഒരു തമ്മാടി വന്നിരുന്നാൽ തന്നെ പിച്ചവെച്ച് വളരുന്ന കൊച്ചുമക്കളുടെ അതിരങ്ങളിൽ നിന്ന് അടർന്നു വീഴുന്ന റസൂലുള്ളാഹിന്റെ ചരിത്രം അങ്ങ് കേട്ട മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ആ മനുഷ്യന്റെ ഹൃദയത്തിൽ പരിവർത്തനത്തിന്റെ പടഹധ്വനിയായി. പള്ളിയിൽ കയറാത്തവൻ പള്ളിയിൽ കയറി. ലിബറലിസം കയറിയിട്ടുള്ള എത്ര മക്കളാണ് റസൂലുള്ളാഹിന്റെ മദ്ഹ് കേട്ടിട്ട് തിരിച്ചു വന്നത്? എന്റെ സദസ്സിൽ തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ തന്നെ പ്രസംഗത്തിനിടയിൽ ഒരു അനുഭവം ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്. ആ സുഹൃത്ത് നേരെ എന്റെ മജ്ലിസിൽ വന്ന് ഇരുന്നിട്ടുണ്ട്. യുക്തിവാദികൾക്ക് മറുപടി പറഞ്ഞിട്ടില്ലേലോ, യുക്തിവാദികളെ നഖശിഖാന്തം എതിർത്തില്ലേലോ, യുക്തിവാദികളുടെ ബലഹീനമായ ചോദ്യചിഹ്നങ്ങളുടെ മുനയെ ഒടിക്കാൻ മൂർച്ചയുള്ള അക്ഷരങ്ങൾ പ്രയോഗിച്ചില്ലേലോ, ഉള്ളറിവിന്റെ ഉള്ളുകൊണ്ട് തുറന്നുകൊണ്ട് നാവുകൊണ്ട് റസൂലുള്ളാഹിന്റെ മദ്ഹ് അങ്ങ് പറഞ്ഞാൽ ലിബറലിസ്റ്റുകളും മാറുന്ന അത്ഭുതം കാണാമേ. ഇത് കാരുണ്യത്തിന്റെ കടലാണ്, ഇത് സ്നേഹത്തിന്റെ കേദാരമാണ്,
ഇത് അനുഗ്രഹത്തിന്റെ ആരാമമാണ്, ഇത് ഹൃദയങ്ങളുടെ ദർപ്പമാണ്, ഇത് ഇസ്ലാമിന്റെ അസാസാണ്. ഇസ്ലാമിന് ഒരു ബേസ് ഉണ്ട്, ഫൗണ്ടേഷൻ ഉണ്ട്, ഈമാനിനോട് അടിക്കല്ലുണ്ട്, ആണിക്കല്ലുണ്ട്. അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയാണ്. ദീർഘമായി പറയാതെ എൻ്റെ മുമ്പിലുള്ള സദസ്സിനെ ഞാൻ മാടി വിളിക്കുന്നത് മനാറെ മദീനയിലേക്കാണ്. മനാർ എന്ന് പറഞ്ഞാൽ വഴിയിലേക്കുള്ള അടയാളം എന്നർത്ഥമുണ്ട്. ലക്ഷ്യത്തിലേക്ക് പോകുന്നവർക്ക് സഹായത്തിന് നാട്ടിയിട്ടുള്ള അടയാളത്തിന് അറബിയിൽ മനാർ എന്ന് പറയുന്നതാണ്. മനാർ എന്ന് പറഞ്ഞാൽ പിന്നീട് പ്രകാശം എന്നർത്ഥമുണ്ട്, ദീപം എന്നർത്ഥമുണ്ട്, ദീപം വെക്കുന്ന സ്ഥലം എന്നർത്ഥമുണ്ട്. ഏത് അർത്ഥങ്ങൾ വെച്ചാലും സകല ചേരുവകളും മിസ്കിന്റെ ചാലുകളിൽ ചാലിച്ചുകൊണ്ട് സമർപ്പിക്കാൻ കഴിയുന്ന ദീപങ്ങളുടെ ദീപമേ, നൂറുൻ അലാ നൂർ യാ റസൂലല്ലാഹ്, നൂറുൻ അലാ നൂർ യാ ഹബീബല്ലാഹ്. പ്രകാശത്തിന്റെ മേൽ പ്രകാശമായ മുഹമ്മദ് മുസ്തഫ. ഉമ്മമാരെ, നാവല്ലാഹു നൽകിയത് സ്വലാത്തിനാണെന്ന് മറക്കണ്ട. കൈകൾ രണ്ടും രണ്ട് സൈഡിലാണ്, അത് വീശാൻ പറ്റുന്നതാണ്. ഇരു കാലുകളും രണ്ട് സൈഡിൽ നടക്കാൻ പറ്റുന്നതാണ്. പക്ഷേ നാക്കുള്ളത് ഉള്ളിലേക്ക് വലിച്ചു കെട്ടിയതാണ്. ചുണ്ടിന്റെ അപ്പുറത്താണ്, പല്ലിന്റെ അപ്പുറത്താണ്, അണ്ണാക്കിലേക്ക് അടിയിലേക്ക് വലിച്ചു കെട്ടിയതാ. ഈ നാവ് പുറത്തേക്ക് ഇടുമ്പോൾ പരദൂഷണത്തിന് ഇടല്ലേ ഉമ്മ, ഗീബത്തിന് മീമരത്തിന് പുറത്തേക്ക് ഇടല്ല ഉമ്മ. റസൂലുള്ളാഹിന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലി ചൊല്ലി ഒരു നാള് പേക്കിനാവ് കൊണ്ട് പേടിയാകുന്ന രാത്രികളെ സ്വാഗതം ചെയ്ത് പൊറുതിമുട്ടിയ ഉമ്മ. അള്ളാന്റെ റസൂലിനെ ജീവിതത്തിൽ ഒരു നോക്കെങ്കിലും ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, ഹൃദയം പടക്കുന്ന പെങ്ങളെ, ഈ അവർണ്ണനീയമായ അനുഭൂതിയിലേക്ക് നിങ്ങളുടെ മോഹസാഫല്യങ്ങളിലൂടെ കടന്നു വരണമെങ്കിൽ അള്ളാന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് എന്ന സുഹൃതത്തെ പതിവാക്കിക്കോ, അധികരിപ്പിച്ചോ. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഒന്ന് മദീനയിലേക്ക് വരുമോ? ഒരു 10 മിനിറ്റ് ഈ മുതല്ലിം പ്രസംഗിക്കൂ. സമയം ഒത്തിരിയായി നിങ്ങൾ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇനി ഉള്ള സമയത്ത് മനസ്സിന്റെ വാതിലൊന്ന് തുറക്കുമോ? സ്വലാത്തിന്റെ താക്കോൽ കൊണ്ടൊന്ന് തുറക്കുമോ? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ കേട്ട സൗമ്യമായ ആ രൂപമില്ലേ, ആ അവർണ്ണനീയമായ സാകാര സൗഷ്ഠവമില്ലേ, വർണ്ണിക്കാൻ കഴിയാത്ത ശോഭയില്ലേ, വാക്കുകളെ കൊണ്ട് കോരിയെടുക്കാൻ കഴിയാത്ത സൗന്ദര്യമില്ലേ, വർണ്ണച്ചിറകകൾ വിടർത്തി നിൽക്കുന്ന മഴവെല്ലിനേക്കാൾ അഴകുള്ള ആ മുടിനാരുകളില്ലേ, അമ്പിളിയെ വെല്ലുന്ന കവളില്ലേ, നക്ഷത്രത്തെ വെല്ലുന്ന പല്ലുകളില്ലേ. മനസ്സിലേക്കൊന്നു കൊണ്ടുവാ പൊന്നുമോനെ. എങ്ങനെയാണ് മുസ്തഫ നബിയെ ആഘോഷിക്കല് എന്നതിന് നമുക്ക് മാതൃക കാണിച്ചത് മഖ്ദൂം തങ്ങളല്ല, അതിനു മുമ്പ് മുഹയ്യിദ്ദീൻ ശൈഖല്ല, അതിനു മുമ്പ് ഇമാമുന ശാഫിഈ അല്ല. അവരൊക്കെ റസൂലുള്ളാഹിന്റെ മൗലിദ് ധാരാളം എഴുതിയവരാണ്, പറഞ്ഞവരാണ്. പിന്നെ ആരാണ് അത്? ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹു പറയട്ടെ, ഞാൻ മദീനയിലെത്തിയപ്പോൾ മദീനക്കാർ പല വിഷയത്തിനും സന്തോഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പല വിഷയത്തിനും ആഹ്ലാദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഫമാ റഅയ്തു അഹ്ലൽ മദീന ഫരിഹു ബിശൈഇൻ, ഒരിക്കലും മദീനക്കാർ ഒരു വസ്തു കൊണ്ട് സന്തോഷിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഫർഹും ബിൻ നബിയിൽ മുസ്തഫ, അല്ലാഹുവിന്റെ റസൂൽ മദീനയിൽ കാലുകുത്തി അന്ന് സന്തോഷിച്ചതുപോലെ മദീനക്കാർ ജീവിതത്തിൽ സന്തോഷിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് കണ്ട സ്വഹാബിയാണ് ചരിത്രത്തോട് വിളിച്ചു പറയുന്നത്. അതും ഒരു റബീഉൽ അവ്വൽ 12-നാണെന്ന് മറക്കണ്ട ഉമ്മ. അല്ലാഹുവിന്റെ റസൂൽ മക്കയിലുള്ള ആട്ടും തുപ്പും മർദ്ദന തണ്ടന താടന പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ട് മദീനയിലേക്ക് പലായനം ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന്
പെട്ടെന്നൊരാൾ വന്നാൽ പിടുത്തം കിട്ടാത്ത ഒളിച്ചോടുന്ന ആളുകളുടെ റോഡാണ് പിടിച്ചത്. അത് സനിയാത്തുൽ വദാ ആണ്. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് പരിശുദ്ധമായ മതാഫിൽ പോയി ഉറയിൽ നിന്ന് വാളൂരിയിട്ട് അത് വീശിയിട്ട്, ധൈര്യമുള്ളവൻ കടന്നുവാടാ, ധീരനായ വാപ്പന്റെ പുലിക്കുട്ടിയായ മകനുണ്ടെങ്കിൽ കടന്നുവാടാ, ഞാൻ മദീനയിലേക്ക് പോവുകയാണടാ, എന്നെ തടുക്കാൻ കഴിയുന്നവർ വാടാ എന്ന് നെഞ്ചുറപ്പോടെ ചങ്കുറപ്പോടെ ഉമർ ഇബ്നുൽ ഖത്താബ് പറയുകയാണ്. അതിനേക്കാൾ ചങ്കുറപ്പോടെ പറയാൻ ഫിസിക്കലി മസിലുള്ള ആളാണ് മുഹമ്മദ് മുസ്തഫ. ഖത്താബിനേക്കാൾ ആരോഗ്യമുള്ള ആളാണ് അള്ളാന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഇങ്ങനെ റസൂലുള്ളാഹിക്ക് ഈ കളിയൊക്കെ കളിക്കാം, വാളൂരിട്ട് വാടാന്ന് പറഞ്ഞ് പോവാ. പക്ഷെ അങ്ങനെ പോയില്ല. കാരണം എന്താ? അള്ളാന്റെ റസൂൽ മുത്തബഅൻ. റസൂൽ എന്നെങ്ങാനും അവിടുത്തെ ആരോഗ്യവും കഴിവും പ്രകടിപ്പിച്ച് പോയാൽ പിന്നാലെ വരുന്ന ആളുകൾക്ക് ഇത്തിബാ ഉണ്ടാവില്ല, അവർക്ക് കഴിയില്ല അതിന്. അപ്പം എല്ലാവർക്കും ഇത്തിബായിന് പറ്റുന്ന രൂപത്തിൽ പഴപ്പോലും റസൂലുള്ള ഇറങ്ങിയിട്ട് പ്രവർത്തിച്ചത്. അള്ളാന്റെ റസൂലിൽ 3 വിധാനമുണ്ട്, മറക്കരുത്. ബശരിയത്ത്. പലപ്പോഴും സെമിനാറുകളിലും ചർച്ചകളിലും എഴുത്തിലും സ്റ്റേജിലും പേജിലൊക്കെ നിറഞ്ഞിരിക്കുന്ന ബശരിയത്തിലെ ത്യാഗങ്ങളാണ്. ബശരിയത്തിൽ പട്ടിണി അടക്കുന്ന മുഹമ്മദ് മുസ്തഫ, നടന്ന് കഷ്ടപ്പെടുന്ന മുഹമ്മദ് മുസ്തഫ, അടികൊള്ളുന്ന മുഹമ്മദ് മുസ്തഫ, പൊടിപാറി ഓടുന്ന മുഹമ്മദ് മുസ്തഫ, യുദ്ധത്തിൽ പരാജയപ്പെടുന്ന മുഹമ്മദ് മുസ്തഫ. ഇതൊക്കെ ബശരിയത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ മലക്കിയത്തിൻ്റെ കൂടെ ഒരു യാത്രയുണ്ട്. ഹിജ്റ പോകുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ സഹയാത്രികൻ ആരാൻ? അബൂബക്കർ സിദ്ദീഖ്. നാം മിഅ്റാജിൽ ആരാ? അബൂബക്കർ സിദ്ദീഖാണോ? അല്ല. അവിടെ ഇല്ലാത്തതുകൊണ്ടാണോ സിദ്ദീഖെ? അല്ലാഹു തആല ബൈത്തുൽ മുഖദ്ദസിൽ ഒന്ന് പോകാൻ പറഞ്ഞിട്ട് നിങ്ങളും പേര് എന്നെന്താ പറയാത്തത്? അതാ കളി പറ്റൂല. അവിടെ സഹയാത്രികൻ, ഗൈഡായി മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. അത് 2ാമത്തെ മക്കാമ. ഇനിയൊരു മക്കാമുണ്ട്, അത് ജിബ്രീൽ പോലും കിടന്ന് വിറച്ചിട്ട് എനിക്കാവൂല എന്ന് പറഞ്ഞ മക്കാമിലാണ് അഫ്ളലിയത്തിന്റെ പ്രാരംഭം മുഹമ്മദ് മുസ്തഫ. ഇനി ഞാൻ അങ്ങോട്ട് ഒരു അങ്ങോട്ട് എടുത്താൽ ഞാൻ ഉരുകിപ്പോകും. അവിടെ ശരീരത്തിൻ്റെ രോമത്തിന് ഉരുക്കം പോയിട്ട് ഒരു തീപ്പൊരി ഏശാതെ, ഒരാളെയും കൂശാതെ, പതറാതെ ചിതറാതെ പടച്ചോനിലേക്ക് യാത്ര പോയ മുഹമ്മദ് മുസ്തഫ. ഇത് വാക്കുകൊണ്ട് പറയാൻ കഴിയും. അല്ല തന്നെ പറഞ്ഞത് വക്കാന കാബ കൗസൈനി എന്ന് പറഞ്ഞാൽ അല്ല നിർത്തിയില്ല. ഔ അതിന എന്താന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഈ ഔ അതിന എന്താന്ന് പറയുന്നാല് പറയാൻ കഴിയില്ല. കാരണം റസൂലുള്ളാഹിന്റെ രഹസ്യം ഒരു മനുഷ്യനറിയില്ല, ഖാലിഖിന് മാത്രമേ അറിയുള്ളൂ. ഒരാൾക്കും അറിയില്ല. ജിബ്രീലിന് പോലും റസൂലുള്ളാഹിന്റെ യാഥാർത്ഥ്യം അറിയില്ല. അത് ഖാലിഖായ റബ്ബിന്റെ മാത്രം സ്വകാര്യമാണ്. ഇതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ നീട്ടുകയില്ല, ഞാൻ വളരെ കുറച്ച് മാത്രം പറഞ്ഞേ. കാരണം ഇത് തീരുന്ന കാര്യമല്ല. ഇത് പോകാൻ കഴിയുന്ന ഇമ്പമുള്ള അലിവിന്റെ ഉറവയല്ല. ഇത് സ്നേഹനിധികളിൽ നിന്ന് സ്നേഹനിധികളിലേക്ക്, മദീനയുടെ മന്ദമാരുതന്റെ കുളിരേറ്റി ഇഷ്കിന്റെ സ്വർണ്ണ നൂലിലൂടെയുള്ള ഭവന ലോകത്ത് ചിറക് വെച്ചുകൊണ്ടുള്ളൊരു പ്രയാണമാണ് പ്രകീർത്തനം. അത് നേരെ ചെന്നെത്തുന്നത് മുസ്തഫ നബിയിലേക്കാണ്. അള്ളാന്റെ റസൂലിന്റെ പണി എന്താണ്? ഏറ്റവും ഇവിടെ ലൈവുണ്ട്. ഈ ലൈവിൽ എൻ്റെ പ്രസംഗം ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് എല്ലാ രാത്രിയിലും എന്ന പോലെ കേൾക്കുന്ന മലയാളികളുണ്ട്, അല്ലാത്തവരുമുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതിനേക്കാളും സുന്ദരമായി, സുശക്തമായി, വൃത്തിയായി ലൈവ് നടക്കുന്ന സ്ഥലം അത് പുന്നാരമുത്തിന്റെ റൗളയിലാണ്. തുഴറളു അലയ്യ അഅ്മാലുക്കും. ലോകത്തിന്റെ അഷ്ടദിക്കിലുള്ള കോടാനക്കോടി ഉമ്മത്തിനോട് പറയുകയാണ്, നിങ്ങൾ എവിടെ വെച്ചുകൊണ്ട് എന്ത് ചെയ്താലും അത് എനിക്ക് പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. നിങ്ങൾ അത് നല്ലതാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ പടച്ചവനെ സ്തുതികീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യുന്നതിൽ മോശപ്പെട്ടത് ഞാൻ കണ്ടാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ റൗളയിൽ വിശ്രമിക്കുന്ന സമയത്ത് തന്നെ പാപമോചനം നേടുന്നതാണ്, പടച്ചവനോട് തേടുന്നതാണ്.
എന്ന് തെറ്റാത്ത നാക്കിന്റെ വാക്കിന്റെ മുത്തേ വിത്തേ സത്തേ മഹബത്തിന്റെ പോരാളിയേ ദീനിന്റെ തേരാളിയേ സിറാത്തുൽ മുസ്തഖീമിന്റെ സുശക്തമായ അടയാളമേ ചരിത്രത്തിന്റെ സത്യപ്രമാണമേ ഹൃദയങ്ങൾ കോരിത്തരിക്കുന്നത് ആരെ കേൾക്കുമ്പോഴാണ് വർത്തമാനങ്ങൾക്ക് ചിറക് വരുന്നത് ആരുടെ ഓർമ്മയിലാണ് പാട്ടുകൾക്ക് ഇമ്പമുണ്ടാകുന്നത് ആരുടെ ചേരുവയിലാണ് കിനാവുകൾ സ്വപ്നങ്ങള് അത് സായുജ്യമാകുന്നത് ആരുടെ കാഴ്ചയിലാണ് അല്ലാഹുവിന്റെ ഹബീബേ നബിയുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം മദീനയിൽ എത്തേണ്ട താമസം നേരിട്ട് വിളിക്കുകയല്ല നേരിട്ട് കൈ കൊടുക്കുകയല്ല ശൈഖാന്റെ കൊണ്ട് കൂട്ടിപ്പോവുകയല്ല അല്ലാഹുവിന്റെ റസൂല് മദീനയിൽ എത്തുന്നതിന്റെ മുമ്പേ മദീനയിലുള്ള വീടുകൾ മുഴുവനും സജ്ജമാണേ ചുറ്റുഭാഗങ്ങൾ വൃത്തിയാക്കി വെക്കുകയാണ് കാണാത്ത നേതാവിനെ കാണാൻ വേണ്ടി മക്കയിൽ നിന്ന് അടി കിട്ടിയിട്ട് ചീത്ത കിട്ടിയിട്ട് വക്കാണമുണ്ടാക്കിയിട്ട് കൊല്ലാൻ പരിശ്രമം നടത്തിയിട്ട് പട്ടിണിക്കിട്ട് 3 കൊല്ലം കാട്ടിൽ കൊണ്ടുപോയി മലയുടെ മുകളിൽ എറിഞ്ഞിട്ട് അനുയായ വൃന്ദങ്ങളെ പച്ചക്ക് ചുട്ട് കത്തിച്ചിട്ട് അള്ളാഹുവിന്റെ സമ്മതം കിട്ടിയപ്പോൾ ആട്ടും തുപ്പും അസഹ്യമായപ്പോൾ അനുവാദം കിട്ടിയിട്ട് മദീന അണയാൻ കടന്നു വരുന്ന ലോകത്തിന്റെ നേതാവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് മദീനക്കാരെ മലമുകളിൽ കയറി കണ്ണുന്നിട്ട് പാതിരാവിനെ പകലാക്കി കാത്തിരിക്കുന്ന രംഗമൊന്നീ സദസ്സിൽ വെച്ചുകൊണ്ട് മനസ്സിന്റെ കണ്ണു തുറന്നുകൊണ്ടൊന്ന് നോക്കിക്കോ മുഅ്മിനേ ദിവസങ്ങൾ കടന്നു കഴിയുകയാണ് മദീനക്കാര് കുന്നുമാമലകളിൽ കയറിയിട്ട് ദൂരേക്ക് നോക്കുകയാണ് വരുന്നുണ്ടോ പല വീടുകളിലും ഉണങ്ങുകയാണ് വീടുകളിലെ പാത്രങ്ങൾ ഉണങ്ങുകയാണ് കാരണം ഭക്ഷണം വെക്കാതെയായി കാണാതെ തന്നെ ഇഷ്കിന്റെ ആധിക്യം കൊണ്ട് കരിമ്പാറ കെട്ടിന്റെ മുകളിൽ ഇരുന്ന് വരുന്നുണ്ടോ എന്ന് നോക്കി കാത്തിരിക്കുന്ന അൻസാരികള് ദിവസങ്ങൾ പിന്നിടുകയാണ് രാവും പകലും ഉറക്കൊഴിച്ച് കാത്തിരിക്കുകയാണ് കുഞ്ഞുമക്കൾ ഉമ്മമാരുടെ കോന്തൽ പിടിച്ചുകൊണ്ട് ചോദിക്കുന്നു മുഹമ്മദ് നബി വന്നോ ഉമ്മമാര് കരഞ്ഞുകൊണ്ട് പറയുന്നു വന്നിട്ടില്ല മക്കള് ഇന്ന് വരുന്നതാണ് നാളെ വരുന്നതാണ് ദിനങ്ങൾ കടന്നു കഴിയുകയാണ് ഒരു റബീഉൽ അവ്വൽ 12 കടന്നു വന്നപ്പോൾ കുന്ന് മാമല മുകളിൽ കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തില് ആധ്യാത്മിക വേദജ്ഞാനികളുമുണ്ട് അതിൽ പ്രധാനപ്പെട്ട തൗറാത്ത് ഇഞ്ചീൽ മനപ്പാടമുള്ളൊരു വേദജ്ഞാനി വിളിച്ചു പറയുന്നു മദീനക്കാരെ ഓടി വന്നോളൂ നിങ്ങൾ കാത്തിരിക്കുന്ന ആളതാ കടന്നു വരുന്നു അബൂബക്കറിന് സിദ്ദീഖിന്റെ കൂടെ ഒട്ടകത്തിന്റെ മുകളിലായി ക്ഷീണിച്ച് വയർത്ത് കതച്ചുകൊണ്ട് കയറി വരുന്ന പുന്നാര പൂമാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയെ കണ്ടപാടെ മദീനക്കാരുടെ ഹൃദയം കോരിത്തരിക്കുകയാണ് ശരീരം വിറക്കുകയാണ് കാത്തിരുന്ന രാവുകൾക്ക് വിട പറയുകയാണ് പലരുടെയും കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീര് ചാലിട്ടൊഴുകുകയാണ് ചിലർ ദഫടിച്ച് പാട്ട് പാടാൻ തുടങ്ങുകയാണ് طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع ഇന്നും മക്ക മദീനകളിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങാടികളിലൂടെ കടന്നു പോകുന്ന സമയത്ത് മധുരമനോഹരമായി ശ്രവണസുന്ദരമായി മധുരരാഗ സ്വരസുതയിലൂടെ ഓരോ കടകളിൽ നിന്നും ഈ പാട്ടിങ്ങനെ ഒഴുകിയെത്തുമ്പോൾ ഈ പാട്ട് കേട്ട് കടകൾക്കിടയിലൂടെ കടന്നു പോയി വിരിയുന്ന കൊടകൾക്കടിയിലൂടെ വിരിച്ച മാർബിളുകൾ മുകളിലൂടെ പിന്നെയും വിരിച്ച കാർപ്പറ്റിന്റെ മുകളിലൂടെ സൗദി ഗവൺമെന്റ് ഇപ്പോൾ അംഗീകരിച്ച സമയം ഏറ്റെടുത്തുകൊണ്ട് പള്ളിയിലെത്തിയാൽ ഹൃദയം പിടക്കുകയല്ലേ
കണ്ണ് നിറയുകയില്ലേ? ഞാൻ ആരെ മുമ്പിലാണ് നിൽക്കുന്നത്? ആരാണ് എന്നെ ഇങ്ങോട്ടെത്തിച്ചത്? ആർക്ക് വേണ്ടിയാണ് ഞാൻ പ്രസംഗിച്ചത്? ആരെ ഓർമ്മയിലാണ് ഞാൻ സ്വലാത്ത് ചൊല്ലിയത്? ആരെ പറയുമ്പോഴാണ് ഹൃദയം കോരിത്തരിച്ചത്? ആരുടെ മൗലിദിലാണ് ഞാൻ സുഗന്ധം പൂശിയത്? ആർക്ക് വേണ്ടിയാണ് ഞാൻ ഭക്ഷണം കൊടുത്തത്? ആർക്ക് വേണ്ടിയാണ് ഞാൻ ഘോഷയാത്ര നടത്തിയത്? ആരുടെ പേരിലാണ് സ്വലാത്തിന്റെ കൊടിവാഹകനായത്? ആരുടെ തൃപ്തിക്ക് വേണ്ടിയാണ് സമസ്തയിൽ പ്രവർത്തിച്ചത്? ആരെ ഫോളോ ചെയ്തുകൊണ്ടാണ് എന്റെ തലയിൽ തൊപ്പിയോ തലപ്പാവോ ധരിച്ചത്? ആ എല്ലാത്തിന്റെയും ഉടമയായ, എല്ലാത്തിന്റെയും കാരണമായി സർവശക്തനും സംവിധാനിച്ച അള്ളാന്റെ അഹബ്ബായ അക്രമായ അലമായ അത്ഖയായ ഹലീമായ അള്ളാന്റെ റഹീമായ മുത്ത്, റഊഫായ അള്ളാന്റെ റഊഫായ മുത്ത്, സയ്യിദായ റസൂല്, നബിയായ റസൂല്, സഫിയായ റസൂല്, സിറാജായ റസൂലേ, മുനീറായ റസൂലേ, ഇന്നിൽ തിയാ ريح الصباح يوما إلى أرض الهرم بلغ سلامي روضة فيها النبي المحترم أكبادنا مجروحة من سيف هجر المصطفى يا سيدي ارحم لنا يا سيدي ارحم لنا കാറ്റേ കാറ്റേ റോളയിലായി വിശുദ്ധരാ എത്തിക്കുമോ പാപിയമേന്നിൽ ഇന്നൊരു അഭിമതനാവചനങ്ങളായി ആത്മാവുകൾ നോവുകയാ വേർപാടിനാൽ യാ നബിയേ യജമാനരേ കൃപ ചെയ്യണേ യജമാനരേ കൃപ ചെയ്യണേ അല്ലാ 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 അല്ലാ. റബീഉൽ അവ്വൽ ആഗതമാകുന്നതിന്റെ മുമ്പ് കോർഡിനേഷന്റെ കീഴിലായി ഒരുമിച്ച് കൂടിയ ഉമ്മ, പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങളെ കൊച്ചുമക്കൾക്കൊക്കെ ഓരോ പുസ്തകങ്ങൾ വായിക്കാൻ കൊടുക്കൂ, ലഘുലേഖങ്ങൾ വായിക്കാൻ കൊടുക്കൂ. നിങ്ങളെ വീട്ടിൽ മദ്ഹിന്റെ വർത്തമാനങ്ങൾ പറയൂ, കുട്ടികളുടെ തലയിൽ കൈവച്ചുകൊണ്ട് സലാത്ത് ചൊല്ലൂ. മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞില്ലേ, ഞാൻ പിച്ചവെച്ച് വളരുന്ന കൊച്ചുകാലത്ത് താടിയും മീശയും വളരാതെ ചെരുപ്പ് പോലും ഇടാതെ നടക്കുന്ന സമയത്ത് എന്റെ വാപ്പച്ചി എന്നെ വിളിച്ചുകൊണ്ട് ഇടക്കിടക്ക് പറയാറുണ്ട്, ഇബ്രാഹിമേ, നീ മുത്തുനബിയെ കുറിച്ചൊരു ഹദീസ് കേട്ട് പഠിച്ചാൽ ഞാൻ നിനക്ക് മിഠായി തരാമടാ, അല്ലെങ്കിൽ ഒരു ദുർഹം തരാമടാ. ഇബ്രാഹിം അദ്ഹം പറയുകയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ വാപ്പാന്റെ പ്രേരണ കൊണ്ടാണ് ഹദീസുകൾ പഠിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് എനിക്ക് വലിയ മഖാമിലേക്ക് ഉയരാൻ കഴിഞ്ഞത്. ആ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല ഒരിക്കൽ കടന്നുറങ്ങുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കിനാവ് കാണുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഒരു പേപ്പറിൽ എന്തൊക്കെയോ കുറിച്ചു വെക്കുകയാണ്. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല ചോദിച്ചു, മാദാ തസ്ന, എന്താണ് നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? അക്തുബുൽ മുഹിബ്ബീൻ, ഞാൻ അക്തുബു അസ്മാ അൽ മുഹിബ്ബീൻ, ഞാൻ അല്ലാഹുവിന്റെ മുഹിബ്ബീങ്ങളുടെ പേരെഴുതി വെക്കുകയാണ്. അപ്പോൾ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല പറയുകയാണ്, എന്നാൽ അതിൽ ഒരു നമ്പറിൽ എന്റെയും പേരൊന്ന് കൊത്തിവെക്കുമോ? അല്ലാഹുവിന്റെ മുഹിബ്ബീങ്ങളുടെ പേരിൽ എന്റെ പേരും നിങ്ങളൊന്ന് എഴുതി വെക്കുമോ? ജിബ്രീൽ പറഞ്ഞു, ഇബ്രാഹിമേ, നിങ്ങളുടെ പേര് ഇതിൽ എഴുതി വെക്കാൻ എനിക്ക് സമ്മതം കിട്ടിയിട്ടില്ല, എന്നോട് കൽപ്പനയും വന്നിട്ടില്ല, അതുകൊണ്ട് എഴുതി വെക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ഇബ്രാഹിം കരഞ്ഞുകൊണ്ട് പറഞ്ഞത്രേ, കിനാവിൽ തന്നെയായി, എന്നാൽ ഉക്തുബ് തഹ്തഹും, നിങ്ങൾ അതിൻ്റെ താഴെ എൻ്റെ പേരൊന്ന് എഴുതി വെക്കുമോ? എന്താണ് എഴുതി വെക്കത്? മുഹിബ്ബുൽ മുഹിബ്ബീൻ
ഈ പാവപ്പെട്ട ഇബ്രാഹിം അള്ളാനെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നവനാണ്. ഇത്ര താഴ്മയോടെ ആഗ്രഹം കൊണ്ട് ആത്മാർത്ഥമായി നെഞ്ചുപൊട്ടി കിനാവിലെങ്കിലും കെഞ്ചിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഒരു ഓർഡർ വരികയാണ്. ആ മനുഷ്യനെയും പടച്ചവന്റെ മുഹിബ്ബീങ്ങളെന്ന് എഴുതി വെക്കുന്ന മുൻനിരയിൽ തന്നെ എഴുതി വെച്ചോ. അള്ളാന്റെ റസൂലിനെ മഹാന്മാരെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ ഈ മുതല്ലിമിന് കഴിയില്ല. എന്റെ ആയുധം താഴെ വെച്ച് ഞാൻ ഈ റബീന്റെ മുമ്പ് തന്നെ കീഴടങ്ങുകയാണ്. നിങ്ങൾക്കും അതുപോലെ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇതൊക്കെ മഹബത്തിന്റെ അലയൊലിയാണ്. എന്നാൽ മഹാന്മാരിലൂടെ നമ്മൾ ചെന്ന് ചേരുന്നത് സമസ്തയുടെ ഉലമായിലൂടെ, പിന്നെ ഔലിയാക്കളിലൂടെ, പിന്നെ ഇമാമിങ്ങളിലൂടെ, പിന്നെ അസ്ഹാബിലൂടെ നമ്മൾ ചെന്ന് ചേരുന്നത് അത് മദീനയുടെ മടിത്തട്ടിലാണ്. അവിടെയാണ് ഇഷ്കിന്റെ രാജൻ വിശ്രമിക്കുന്നത്. അവിടെയാണ് മഹബത്തിന്റെ വിരിമാറുള്ളത്. അവിടെയാണ് ഷൗക്കിന്റെ കരളുള്ളത്. അവിടെയാണ് ഈമാനിന്റെ അമാനുള്ളത്. അവിടെയാണ് സിറാത്ത് പാലത്തിന്റെ നായകനുള്ളത്. അവിടെയാണ് സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ചുദ്ഘാടനം ചെയ്യുന്ന ലോകരാജാവിന്റെ വിശ്രമ കേന്ദ്രം മനാറ് മദീന. زرطريق المصطفى وازد إقامة به زرتك من زاوية قلبك زلزال زال طاق قلبي مذ أتيت واديا قاف ما تابعا وداد طه താലിയല്ലേ താലിതാൽ മുത്തൊളി തിളങ്ങിടും റൗളാതിൽ നീ പാർക്ക് മങ്ങി മുങ്ങാത്തെ മനസാൽ മാഹിയോരെ പാക്ക് നഖാ താഴ്വര എത്തി നിൽക്കെ ഞാൻ ഭ്രമത്തിലായി നബി തിരുത്താഹാവിൻ ചാരേ ഞാൻ ലയത്തിലായി ഇലാ ഇലാഹ ഇല്ലല്ലാഹു. ഈ രാത്രിയിൽ നമ്മളെല്ലാവരെയും നിദ്രയിലേക്ക് ക്ഷണിക്കേണ്ടത് മഹബത്തായിരിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ കുഞ്ഞാണി ഉസ്താദിനെ കുറിച്ച് ഈടെ അടുത്ത് ഞാൻ കേട്ടു. മഹാനവറുകൾ വഫാത്തായതിനു ശേഷം ഡയറി പരിശോധിച്ചപ്പോൾ അവരുടെ ഡയറിയിലുണ്ട്, ഞാൻ വെല്ലൂർ ബാക്കിയാത്തിൽ പഠിക്കുന്ന കാലത്ത് മുത്തുനബിയെ കിനാവ് കണ്ടു. പോരാ, മറ്റൊരു സ്ഥലത്തുണ്ട്, ഞാൻ എൻ്റെ വീട്ടിൽ കിടന്നിറങ്ങുമ്പോൾ മുത്തുനബിയെ കിനാവ് കണ്ടു, മുത്തുനബി വന്നുകൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ചു. വേറെ ഒരു സ്ഥലത്തുണ്ട്, ഞാൻ എൻ്റെ പള്ളിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് മുത്തുനബിയെ കിനാവ് കണ്ടു. അള്ളാഹുവിൻ്റെ റസൂൽ എൻ്റെ ജീവിതത്തിൽ എന്നോടൊരു കാര്യം തിരുത്താൻ വേണ്ടി പറഞ്ഞു. അത് കിനാവിൽ വന്നുകൊണ്ട് റസൂലുള്ള എന്നെ തിരുത്തി. അവസാനം എഴുതി വച്ചിരിക്കുന്നു, ഞാൻ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ മുത്തു മുസ്തഫ എൻ്റെ കിനാവിൽ കടന്നു വരികയാണ്. എന്നിട്ട് അള്ളാന്റെ റസൂലിന്റെ കസ്തൂരിയുടെ സുഗന്ധം വീശുന്ന പരിശുദ്ധമായ കരങ്ങളില്ലേ, അതെനിക്ക് നീട്ടിത്തരികയാണ്. ഇത് സമസ്തയുടെ കേന്ദ്ര മുശാവറ അംഗം പറഞ്ഞതാണ്. ഞാൻ അള്ളാന്റെ റസൂലിന്റെ കൈ കിട്ടിയ പാടെ ആ കൈയൊന്ന് പിടിച്ചു ചുംബിച്ചു. എനിക്ക് പിന്നെയും ചുംബിക്കാൻ ആഗ്രഹം വന്നു. ഞാൻ പിന്നെയും ചുംബിച്ചു. പിന്നെയും ചുംബിക്കാൻ ആഗ്രഹം വന്നു. ഞാൻ പിന്നെയും ചുംബിച്ചു. എനിക്ക് പിന്നെയും ചുംബിക്കാൻ ആഗ്രഹം വന്നു. അങ്ങനെ ഞാൻ പിന്നെയും ചുംബിച്ചു. പിന്നെയും തീരാത്ത ആഗ്രഹവുമായി ചുംബിക്കാനുള്ള വ്യഥയോടെ ഞാൻ ഉറങ്ങിയപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണർന്നു പോയി എന്ന് മഹാനായ കുഞ്ഞാണി ഉസ്താദ് തൻ്റെ ഡയറിയിൽ എഴുതി വച്ചിരിക്കുകയാണ്. നമുക്കും കാണണ്ടേ ആ വസന്തം, നമുക്കും കാണണ്ടേ ആ പുഷ്പം, നമുക്കും കാണണ്ടേ ആ അമ്പിളിയെ, നമുക്കും കാണണ്ടേ ആ ജീവിതത്തിൻ്റെ പൈങ്കിളിയെ. റൂഹിനൊരു പൈങ്കിളി ഉണ്ടെങ്കിൽ അത് ഹൃദയം നോവുന്നത് ആരുടെ മുഖത്തെ കൊതിച്ചാണോ? അല്ലാഹുവിൻ്റെ ഹബീബേ النبي حاضرون يعلموا علم اليقين أن رب العالمين فرض صلى عليه أن رب العالمين
فرضا صلى عليه الله 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 الله. അതുകൊണ്ട് ആരും ശ്രദ്ധ വിടാതെ, ഒരാളും കോട്ടുവായ പോലും വിടാതെ, എത്രയോ നേരത്തെ മഗ്രിബ് നിസ്കാരാനന്തരം വന്നിരിക്കുന്നവരാണ്, ഇശാ നിസ്കരിക്കാത്തവരാണ്, അതിലേറെ ഭക്ഷണം കഴിക്കാത്തവരുമാണ്. എന്നാലും ക്ഷീണമില്ല, നിദ്രയില്ല, മയക്കമില്ല. അത് എൻ്റെ പ്രഭാഷണത്തിൻ്റെ പാടവം കൊണ്ടല്ല, എൻ്റെ വാക്കുകളുടെ മാധുര്യം കൊണ്ടല്ല, എൻ്റെ ചടുലത കൊണ്ടല്ല. അങ്ങനൊരു ചടുലതയും എനിക്കില്ല. ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ ഊറി വരുന്ന മഹബത്തിൻ്റെ നീരുറവയുടെ രസം കണ്ടുകൊണ്ട് എത്ര പറഞ്ഞാലും മെഹബൂബിന് വേണ്ടി ഉറക്കൊഴിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന റൂഹിന്റെ പ്രതിജ്ഞയാണ്. അല്ലാഹുവേ, ഇതിനെ ഉയർത്തുകയും വളർത്തുകയും ചെയ്യണേ അല്ലാ. അതുകൊണ്ട് ഈ മനസ്സോടുകൂടി ഒരു 3 സ്വലാത്ത് ചൊല്ലുമോ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നന്നായി മനസ്സൊന്ന് പഠിച്ചിട്ട് ആ മഹബത്തിന്റെ വിരുമാറിൽ മുത്തുനബിയെ സമർപ്പിച്ചിട്ട് ചൊല്ലൂ. സല്ലല്ലാഹു അലാ മുഹമ്മദ് ആമിൻ തദക്കുരിജി റാലിം ബിദി സലമി മാസജ്തദം മഞ്ചറാ മിമ്മുഖലതിം ബിദമി. ആര് പറഞ്ഞു അറബ് നാടുകളിൽ ഇതില്ല എന്ന്? ഞാൻ അവസാനമായി 2-3 മാസങ്ങൾക്ക് മുമ്പാണ് മദീനയിൽ പോയത്. ഇടക്കിടക്ക് ചൂട് കയറുമ്പോൾ ഒറ്റക്ക് മദീനയിൽ പോയി വരുന്ന സ്വഭാവക്കാരനാണ് ഞാൻ ഉഹുദ് മല കയറാൻ വേണ്ടി പോകുന്ന സമയത്ത് നല്ല തലപ്പാവ്, വാലുള്ള തലപ്പാവണിഞ്ഞ ഒരു പ്രഗത്ഭനായ പണ്ഡിതനായ അറബിയെ എന്നെ കൊണ്ടു നടക്കുന്ന എൻ്റെ സുഹൃത്ത് അബൂ യാസീൻ എനിക്ക് പരിചയപ്പെടുത്തി. എല്ലാ ബുധനാഴ്ചയും ഉഹുദിൽ വരും, രാത്രി ഉറക്കൊഴിച്ചിരിക്കും പറഞ്ഞു. അങ്ങനെ കൂടുതലൊന്നും സംസാരിക്കാത്ത ആളാന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് സലാക്കത്തേക്ക് മുമ്പരെടുത്ത് പോയപ്പോൾ എനിക്ക് കാവൊക്കെ തന്നു മുമ്പര്. പിടുത്തത്തിലായി എന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നും ദ്വാരം തരും നിങ്ങളെന്ന് വെച്ച്. അപ്പോൾ ഈ അബൂയാസിനെ തോണ്ടി അങ്ങനെ ദ്വാരക്കാനൊന്നും അങ്ങനെ പെട്ടെന്ന് വന്നോളുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അതിനല്ലേ സ്വലാത്തല്ലിയത്. വിളിച്ചപ്പോഴേക്ക് അദ്ദേഹം ആ കാർപ്പറ്റിൽ നിന്ന് എണീറ്റു, എൻ്റെ കൈ പിടിച്ചിട്ട് നേരെ ഹംസത്തുൽ കറാറിൻ്റെ ഖബർ കാണുന്നതിൻ്റെ നേരെ നിന്നിട്ട് ബുറുദ തുടക്കം മുതൽ അവസാനം വരെ അങ്ങോട്ട് ചൊല്ലിയിട്ടാണ് വരുന്നത്. നമ്മളൊക്കെ ദ്വാരക്കല് ആ അവസാനത്തെ 4 വൈത്തില്ലിട്ടല്ലേ തുമ്മരിള്ളൻ്റെ അവിടെ നിന്ന് തുടങ്ങും. അപ്പോൾ ഇങ്ങനെ നെയ്ച്ചോറ് വിളമ്പാനും വെച്ചിട്ടുണ്ടാവും. ഇതല്ല, അമിൻത തെക്കുരി അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് ഈ ലാസ്റ്റ് വരെ ഇങ്ങനെ ചൊല്ലിയിട്ട് കരഞ്ഞോണ്ടൊരു പാതിരാ ദുആ ഉഹുദിൽ വെച്ചുകൊണ്ട്. ആര് പറഞ്ഞു അവർ ചെല്ലണില്ല എന്ന്? ഇവിടെ അസ്ഗർ അലി ഫൈളി പറഞ്ഞില്ലേ, അദ്ദേഹം തന്നെ 4 മൗലിദിന്റെ പ്രൗഢമായ സദസ്സിൽ പങ്കെടുത്തു എന്ന്. നമ്മളൊക്കെ എത്ര അറബികളുടെ സദസ്സിൽ പങ്കെടുത്തിട്ടുണ്ട്? വെറുതെ പറയല്ലേ. ചൊല്ലുന്നവരുണ്ട്, ചൊല്ലാത്തവരുണ്ട്. അതെല്ലായിടത്തും ഇല്ലേ? എല്ലായിടത്തും ഒരുപോലെ ആണെങ്കിൽ പിന്നെ നരകത്തിന്റെ ആവശ്യമുണ്ടോ? അതിപ്പോൾ ഉണ്ടാവുമല്ലോ, ഉറപ്പല്ലേ. 2 പാർട്ടി ഗ്രൂപ്പ് 2 അല്ല 3 ഉണ്ട് എന്നാ. കുന്തും അസ്വാജൻ സലാത്താന്നാ 3 ഉണ്ട് എന്നാ. സാബിക്കുണ്ട്, സാബിക്കൂന, അത് VVIP ആണ്. അതിൽപ്പെട്ടവരാണ് മഹാന്മാരായ സമസ്തയുടെ ഉലമാ ഒക്കെ. നമ്മൾ അവരെ ബാക്കിൽ ഇങ്ങനെ ഈ ഖിദ്മത്തുമായിട്ട് കൂടിയാൽ അവർ പോകുന്ന സ്ഥലത്തേക്ക് അവർ നമ്മളെ എത്തിക്കും. എന്തിന്റെ കളിയൊക്കെ ദുറൂഹിന്റെ ഊഞ്ഞാലാട്ടമാണ്. ഭൂതത്തിലേക്കുള്ളൊരാട്ടം, ഭാവിയിലേക്കുള്ളൊരാട്ടം. ആ ആട്ടം നിർത്താൻ, ഇഷ്കിന്റെ ഊഞ്ഞാലാട്ടം നിർത്താൻ, ആത്മാവിന്റെ ഊഞ്ഞാലാട്ടം, ആന്തോളനം നിർത്താൻ ഒരാൾക്കും കഴിയില്ല. ഇത് തുടരണം. അതാണ് അന്ന് അൻസാരികൾ പറഞ്ഞത്, വജബ ശുക്രു അലൈന മാ ദഅ ലില്ലാഹി ദാ. ഇത് ഇന്ന് ഞങ്ങളിൽ മാത്രം ഒതുങ്ങരുത്. ഖിയാമത്ത് നാൾ വരെ ഒരു പ്രബോധകൻ നാടിൽ എവിടെ ഉണ്ടോ അവരൊക്കെ ഈ ശുക്രിന്റെ ആഘോഷ പ്രകാശനം നടത്തണമെന്ന് അന്ന് അൻസാരികൾ മുത്തനബിയെ സ്വീകരിച്ചുകൊണ്ട് പാടിയ പാട്ടിൽ വന്ന വരികളാണ്. അതിൻ്റെ സാക്ഷാത്കാരമാണ് ഈ നടക്കുന്ന മുഴുവനും. അള്ളാഹു പങ്കെടുത്തവർക്കൊക്കെ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. 10 മണിക്ക് നിർത്തണമെന്ന് ഞാൻ കരുതിയ, കാരണം എനിക്ക് ലാസ്റ്റ് പ്രസംഗമാണ്. ഒരുപാട് നേരത്തെ വന്നിരുന്ന് പല പ്രസംഗങ്ങളും കേട്ട് ചടച്ച് ഭക്ഷണം കഴിക്കാതെ ഇരുന്നങ്ങളിൽ ഒരാളും കോട്ടുവായിട്ടിട്ടില്ല എന്നുള്ളതിന് നന്ദി അവസാനമായി പേഴ്സണൽ ഞാൻ അർപ്പിച്ചുകൊണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതെന്നെ കൂടുതലായും തോന്നിയെങ്കിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ടും, അള്ളാഹു വന്നതും പറഞ്ഞതും കേട്ടതും ഈ പ്രവർത്തകന്മാർ എത്ര സാഹസപ്പെട്ടുകൊണ്ടാണ് സംഘടിപ്പിച്ചത്. സലാം മുസ്ലിയാർ അടക്കം, ദാരിമി ഉസ്താദ് അടക്കം
വേഗം പാക്കാക്കാൻ പറഞ്ഞാൽ കേട്ടോ. ഒരു 3 നിങ്ങൾക്ക് സംഗതി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഞാൻ തുറന്നു പറയണ്ടല്ലോ. അപ്പോൾ ഒരു 3 സലാത്തും കൂടി ചൊല്ലിക്കേ. കാരണം ചോറ് പാക്കാക്കി കൊണ്ടിരിക്കണുള്ളൂ എന്ന്. അപ്പോൾ ചോറ് പാക്കാക്കാൻ വേണ്ടിയിട്ട് മദ്ഹ് പറയില്ല. പിന്നെ എന്തിനാ പഞ്ഞും രണ്ടാമത് കുറച്ചും കൂടി പറയുന്നതരോ? അതിന് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇവിടെ ഒരു 5 മിനിറ്റ് അങ്ങനെ മദ്ഹ് പറ്റില്ല. ഒരു കാര്യം, നിങ്ങളത് വാങ്ങിയിട്ട് തന്നെയല്ലേ പോവുള്ളൂ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് മതിയായിട്ടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് മതിയായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 5 മിനിറ്റും കൂടി, ആ 5 മിനിറ്റ് ഹൃദയം കൊണ്ട് മദീനയിലേക്ക് എത്തുന്ന രൂപത്തിലാകണം. എല്ലാവരും ഒന്ന് മനസ്സറിഞ്ഞിട്ട് എല്ലാവരും ഒന്ന് യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും. എന്താണല്ലേ അതിലൊക്കെ എത്ര ഇഷ്കാണ് ഒളിച്ചേർന്നിട്ടുള്ളത്. എത്ര മനോഹരമായ വരികളാണതൊക്കെ. മദീനയിലേക്ക് എങ്ങനെ ഭാണ്ഡം കെട്ടി പോകുന്ന യാത്രക്കാരെ കണ്ടപ്പോൾ ആഷിക പറയാണ്, കൈഫ് ഒന്ന് നില്ല് അയ്യുഹ ശൗഖുൽ ജസീൽ. എന്തൊരു മനോഹരമാണ്. വതഹമ്മൽ ലി റസൈൽ. യാ അല്ലാഹ്, നിങ്ങൾ എൻ്റെ കത്തൊന്ന് അവിടെ കൊണ്ടുപോയി കൊടുക്കുമോന്ന്. സുബ്ഹാനല്ലാഹ്. ഹീനമാ ശദ്ദുൽ മഹാമിൽ വതനാദൗ ലിറഹീലി ജീതുഹും ബദ്ദമഉ സായിൽ ഖുൽതു കൈഫ് ലിയാ ദലീലു യാ നബി സലാം അലൈക്കും. ഈ ആനബിയിലെ ചില വരികളിലൂടെ ഒക്കെ അങ്ങനെ പോവുകയാണെങ്കിലും മാന വന്നിട്ട് നമ്മുടെ ഹൃദയത്തെ ഇങ്ങനെ കുത്തി ഇഷ്കിന്റെ നോവുണ്ടാക്കും. ഇതൊക്കെ എന്താണ് ഈ വരികൾ? ഹീനമാ ശദ്ദുൽ മഹാമിൽ വതനാദൗ ലിറഹീൽ. മദീനയ്ക്ക് പോകുന്ന ആളുകൾ ഭാണ്ഡങ്ങളൊക്കെ ചുമന്നിട്ട് യാത്രക്കൊരുങ്ങിയപ്പോൾ അമീർ പറഞ്ഞു വരും എന്ന് പറഞ്ഞു. അങ്ങനെയല്ല പോവാം. പിന്നെ പറയാണ്, ആഷിക പറയാണ്, ജീതുഹു വദ്ദംഉ സായിൽ ഖുൽതു കൈഫ ലിയാ ദലീലു. മദീനയിലേക്ക് ഭാണ്ഡം കെട്ടി പോകുന്നവരെ കണ്ടപ്പോൾ എൻ്റെ ഹൃദയം പിടച്ചു എന്ന് മുഹിബ് പറഞ്ഞു വെക്കുകയാണ്. ഞാൻ എന്ത് ചെയ്തു? ജിത്തുഹും, ഞാൻ ആ ഭാണ്ഡം കെട്ടി മദീനയിലേക്ക് യാത്ര പോകുന്നവരുടെ അരികിലേക്ക് പോവുകയാണ്. വദ്ദം ഉസായിൽ, മദീനയുടെ ഓർമ്മയുടെ മുമ്പിൽ ആ യാത്രക്കാരെ കണ്ടപ്പോൾ എൻ്റെ കവിൾത്തടം നനഞ്ഞു പോവുകയാണ്. എൻ്റെ കവിൾത്തടം നനഞ്ഞു പോവുകയാണ്. മദീനയിലേക്ക്, അതാണ് മദീനയിലേക്ക് പോകുന്നവരെ കണ്ടപ്പോൾ എനിക്ക് കരച്ചിൽ വരികയാണ്. യാ അല്ലാഹ്, മദീനയിൽ പോയിട്ടും കരയാതെ മൂതരക്കല്ല് തിരഞ്ഞെടുക്കുന്ന ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട്. ആകെ 2 ദിവസം എവിടെ ഉള്ളു, ആ രാത്രി മൊത്തം മൂതരക്കല്ല് തന്നെ. മുമ്പിലുണ്ടായിട്ട് കണ്ണിൽ കരച്ചിൽ വരണില്ല. മദീനയ്ക്ക് പോകുന്ന ഉംറയ്ക്ക് ഇങ്ങനെ പോകുന്ന ആളുകൾ, ഞങ്ങൾ മദീനത്തിൽ കൂടെയാണ് പോകുന്നത് പറഞ്ഞപ്പോഴൊക്കെ കരയാ. ഇതാണ് ആഷിക്ക്. യാ അല്ലാഹ്, പടച്ചോനെ നമ്മളൊക്കെ എന്നാ അങ്ങനെ ആയിത്തീരാന്നാവല്ലേ. ഊതാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി, കത്താൻ തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞില്ലേ അക്കോളത്തിലപ്പോ. മദീനയിലേക്ക് പോകുന്ന ആളുകളെ കണ്ടപ്പോൾ കരഞ്ഞു എന്ന് പറഞ്ഞാൽ മഹബത്തൊന്ന് അളന്നു നോക്കാം നിങ്ങൾ. ഹീനമാ ശദ്ദുൽ മഹാമിൽ വതനാദൗ ലിറഹീലി ജീതുഹു വദ്ദംഉ സായിൽ ഖുൽതു കൈഫ ലിയാ ദലീലു യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും. ഒന്ന് നന്നായി ഉറങ്ങാതെ ഉറക്കം വരികയാണെങ്കിലും മഊദ് കൊണ്ട് തട്ടിമാറ്റി. പാതിരാവിൻ്റെ ഉള്ളറയാണ്, ഭക്ഷണത്തിൻ്റെ പൊതിയാണ്, വിശക്കുന്ന പള്ളയാണ്. പക്ഷെ അതിനേക്കാളും വിശപ്പാണ് ആത്മാവിനുള്ളത്. ആത്മാവിന് വേണ്ടത് ഇവിടെയുള്ള കുട്ടനോ മട്ടനോ ചിക്കനോ വെജിറ്റബിളോ അല്ല, ഫ്രൂട്ട്സോ അല്ല. ആത്മാവിന് വേണ്ടത് മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ അൻഫുസിനാ
മുഹമ്മദുൻ ശുക്രുഹു ഫർളുൻ അലൽ ഉമമി മൗലായ സല്ലി അല്ലെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ മദീന, മനാറേ മദീന, മിനാറേ മദീന, ഇഷ്കേ മദീന, ശൗഖേ മദീന, എല്ലാം മദീനയാണ്. ഇന്നൽ ഈമാന ലയഗ്രിസു ഇലൽ മദീന കമാ തഗ്രിസുൽ ഹയ്യത്തു ഇലാ ജുഹരിഹാ. എന്റെ സ്നേഹനിധിയായ കൂട്ടുകാരൻ, ഈ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പളായ പ്രഭാഷകനായ ഷാജഹാൻ റഹ്മാനി എന്നെ 1 മണിക്കൂർ മുമ്പ് വിളിച്ചിരുന്നു. അവിടെ വരണമെന്നുണ്ട്, പങ്കെടുക്കണമെന്നുണ്ട്. ഇന്നലെയാണ് ഞാൻ മദീനയിൽ നിന്നെത്തിയത്. അദ്ദേഹത്തിന് പനിയാണെന്ന് പറഞ്ഞു. അല്ലാഹുവേ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹുവേ, പലവട്ടം ഞങ്ങളെ മദീനയിൽ എത്തിക്കണേ അല്ലാ. ഏത് നാട്ടിൽ പോകുമ്പോഴാണ് കാല് വിറക്കുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ആമിൻ തദക്കുരിജി റാനിം ബിദി സലമി മാസജ്ത ദമ്മഞ്ചറ മിമുഖലതിം ബിദമി. ആമീൻ. തദക്കുരി ഓർമ്മയായതുകൊണ്ടാണോ? ജീറാൻ അയൽവാസികളെ ഓർത്തത് കൊണ്ടാണോ? ബിദീസലം ദൂസലമിലുള്ള അയൽവാസികളെ ഓർത്തത് കൊണ്ടാണോ? മസജിത്ത, ഓ മസജിത്ത, നീ കലർത്തിയത് എന്ന് പറഞ്ഞാൽ നല്ല ദുഃഖം കൊണ്ട് കരയുന്ന സമയത്ത് രക്തത്തിൽ ചാലിച്ച കണ്ണീരായിരിക്കും. അതിന് നല്ല ചൂടുണ്ടാവും. സന്തോഷ സമയത്ത് കണ്ണീര് വരികയാണെങ്കിൽ ചൂടുണ്ടാവില്ല, തണുപ്പായിരിക്കും. അത് രക്തവുമായിട്ട് ബന്ധമില്ല. ബുസരിമാൻ പറഞ്ഞത് രക്തത്തിൽ ചാലിച്ച കണ്ണുനീര്, ആ കണ്ണുനീര് കണ്ടിട്ടാ പറയണത്. എന്തങ്ങനെ കരയണേ? നിന്റെ കണ്ണുനീരിന് രക്തത്തിന്റെ ഗന്ധമുണ്ടല്ലോ. ഇതെന്താ അങ്ങനെ ഹൃദയം വേദനിച്ച് കരയുന്നത്? അവര് കരഞ്ഞിട്ട് അവരോട് തന്നെ ചോദിക്കുകയാണ്. മദീനയിൽ പോകുമ്പോൾ ഇങ്ങനെ അനുഭവങ്ങളുള്ള ആളില്ലേ? ഉണ്ടാവും, ഇൻഷാ അല്ലാഹ് ഉണ്ട്. കണ്ണിന്ന് വെള്ളം ഇങ്ങനെ പൊട്ട്, എന്തിനാന്നറിയില്ല. അപ്പൊ നമ്മളോട് ചോദിക്കുക, എന്താണ് ഈ കരച്ചില്? നിനക്ക് നിന്നെ മറന്നോ? പരിസരം മറന്നോ? ആശിഖിന് മദീനയിലെത്തിയാൽ പലപ്പോഴും പരിസരമില്ല. കൂടെ കുട്ടിയുണ്ടെന്ന ഓർമ്മയില്ല, അപ്പുറത്ത് ഭാര്യയുണ്ടെന്ന ചിന്തയില്ല, വീട്ടിൽ ഞാൻ കാരണവനാണെന്ന ഓർമ്മയില്ല, സ്റ്റേജിൽ പ്രഭാഷകനാണെന്ന ചിന്തയില്ല, മഹല്ലിന്റെ കാളിയാണെന്ന ബോധമില്ല. മദീന കാണുമ്പോൾ കരയുകയാണ്, മദീനക്കാരെ കാണുമ്പോൾ കരയുകയാണ്. മദീനയിലൂടെ പാറി നടക്കുന്ന പ്രാക്കളെ കാണുമ്പോൾ അരിയിട്ട് കൊടുത്ത പ്രാക്കൾ ചിറകിട്ടടിച്ച് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പാറി പറക്കുമ്പോൾ അറിയാതെ കൊതിക്കുകയാണ്. ഓ പ്രാവേ, ഞാനും നിന്നെ പോലെ മദീനയിൽ അന്യന്റെ ധാന്യം കൊത്തിത്തുന്ന് പാറി പറക്കുന്ന ഒരു പ്രാവായ. ചില മഹാന്മാര് പറയുന്നു, ഈ പ്രാക്കളെ ബഹുമാനിക്കുന്നത് പ്രത്യേകതയുള്ള കാര്യമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഹിജ്റയുടെ വേളയിൽ 3 ദിവസം മുത്ത് മുസ്തഫ അതാ അഭയം പ്രാപിച്ചിട്ടുള്ള, സുരക്ഷിത കേന്ദ്രമായി താവളമായി അവലംബം പ്രാപിച്ചിട്ടുള്ള സൗറില്ലേ, ആ സൗർ മലയുടെ മുകളിലുള്ള ഗുഹയില്ലേ, ആ ഗുഹയിൽ മുസ്തഫ നബിക്ക് അഭയം കൊടുത്ത പ്രാക്കളുടെ പേരക്കുട്ടികളാണ്. അതുകൊണ്ട് ഈ പ്രാക്കളെ ബഹുമാനിക്കണേ. റസൂലുള്ളാഹിയായിട്ട് ബന്ധപ്പെട്ട് എല്ലാത്തിനും ബഹുമാനാണ്, എല്ലാത്തിനും ബഹുമാനാണ്, എല്ലാത്തിനും പ്രകാശമാണ്. മക്കൾക്ക് നേരത്തെയുള്ള ബഹുമാനം അല്ലാഹുവിന്റെ റസൂൽ അവിടെ പറക്കുന്നു എന്നതാണ്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ നാടിനെ വെച്ചുകൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സത്യം ചെയ്യുന്നു. വഅൻത ഹില്ലും ബിഹാദൽ ബലദ്, ഞാൻ എന്തിനാ സത്യം ചെയ്യണത്? നിങ്ങൾ ഇവിടെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഇറങ്ങിയത് തന്നെ ഈ നാടിൻ്റെ മഹത്വമല്ലേ, പിന്നെ എൻ്റെ ഒരു സത്യത്തിൻ്റെ ആവശ്യമുണ്ടോ? യാ അല്ലാഹ്, ചില സൂഫിയാക്കൾ അങ്ങനെ അർത്ഥം വെക്കാം. നിങ്ങളിവിടെ ഉണ്ടല്ലോ, പിന്നെ ഞാൻ സത്യം ചെയ്യണോ? നിങ്ങൾ വന്നോടുകൂടി നാട് മാറിയില്ലേ? ചില മഹാന്മാർ പറയും, റസൂല് പിന്നെ അവിടെ വരാനുള്ളതുകൊണ്ടാണ് മക്കൾക്ക് ആദ്യം തന്നെ ഉമ്മുൽ ഖുറായി മാറിയത്. വാലിദിൻ, വാലിദുൽ ഖൽഖായ മുഹമ്മദ് നബി തന്നെയാണ് സത്യം. ഖൽഖിന്റെ പിതാവാണ്. ആത്മീയ ലോകത്ത് ആദം അലൈഹി ഇസ്ലാമിന്റെ പിതാമഹാനാണ് മുഹമ്മദ് മുസ്തഫ, പിതാമഹനാണ്.
ശാരീരകത്ത് മുത്തനബിയുടെ വെല്ലിപ്പയാണ് ആദം നബി. ആത്മീയ ലോകത്ത് കളി അങ്ങോട്ട് മാറും, നേരെ തിരിച്ചങ്ങോട്ട് ഇടേണ്ടി വരും. അതുകൊണ്ടല്ലേ സാക്ഷാൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം വരെ നാളെ മുത്തനബിയുടെ മുമ്പിൽ വന്നിട്ട് പറയും, യാ ബുനയ്യ ഇജ്അൽനി മിൻ ഉമ്മത്തിക, നിങ്ങളെ ഉമ്മത്തിൽ എന്നെ മെമ്പറാക്കണം എന്ന് പറയും. അത് ഇവിടുന്ന് പറഞ്ഞിട്ടാണ് ഇബ്രാഹിം നബി വഫാത്തായത് ബൈത്തുൽ മുഖദ്ദസിന്ന്. മോനെ യാ വലദി അൻത സയ്യിദുൽ മുർസലീൻ ഖദ് ഇസ്തബാന ദാലിക ബിഇമാമതിക ഇയാനാ. ബൈത്തുൽ മുഖദ്ദസിൽ വെച്ചുകൊണ്ട് മറ്റുള്ള അമ്പിയാക്കളുടെ പ്രതിനിധിയായി ഖലീലുല്ലാഹി ഇബ്രാഹിം ഇസ്ലാം മുത്തനബിയുടെ മുമ്പിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണത്. ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, നിങ്ങളാണ് ഞങ്ങളുടെ ചക്രവർത്തി. ധാരാ പറഞ്ഞു, വെല്ലിപ്പേ പറഞ്ഞു, ഞങ്ങളുടെ നേതാവ് നിങ്ങളാണ്. എന്നിട്ട് പറഞ്ഞൊരു വർത്താനുണ്ട്, ഖദിസ്തബാന ദാലിക, അത് ഞങ്ങൾക്കൊന്നും കൂടി ബോധ്യമായി, ബി ഇമാമത്തിക്ക ഇയാന, ഞങ്ങൾ ഇത്രയും അമ്പിയാക്കളും മുർസലിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് മോനോടല്ലേ അള്ള ഇമാമത്തെക്കാൻ പറഞ്ഞു, മോനോടല്ലേ അള്ള ഇമാമത്തെക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പായി നിങ്ങൾ തന്നെയാണ് നമ്മളെ നേതാവ് എന്ന്. ഇത് ബൈത്തുൽ മുഖദ്ദസിൽ അമ്പിയാക്കൾ സംഘം ചേർന്ന് പറഞ്ഞു മുത്തു മുഹമ്മദ് മുസ്തഫ. ഈ ഉമ്മത്തിൽ പറക്കാൻ നമുക്ക് കിട്ടിയിട്ടുള്ള ഭാഗ്യം, ഇനി അത് സുന്നത്ത് ഇത്തിബായ് ചെയ്ത് ശരീഅത്ത് ഫോളോ ചെയ്ത് സ്വലാത്ത് അധികരിപ്പിച്ചുകൊണ്ട് നിലനിർത്തി അതിലായി മരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹൃദയം പടച്ചുകൊണ്ടൊന്ന് ഉറങ്ങി നോക്കൂ ഉമ്മമാരെ. ഉറങ്ങാൻ സമയത്ത് നിങ്ങൾ ചൊല്ലാനുള്ളതൊക്കെ ചൊല്ലിയിട്ട് പിന്നെ കിടന്നാലും ഉറങ്ങുന്നത് വരെ മദീന ഒന്ന് മനസ്സിൽ കാണോ, എന്നാൽ കനവിൽ കാണാൻ കഴിയുന്നതാണ്. അള്ളാന്റെ റസൂലിനെ കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ഉറക്കമില്ലേ? ഞാൻ കണ്ണൂർ ജില്ലയിൽ ഈടെ അടുത്ത് പോയപ്പോഴും കേട്ടു, അവിടെ ഒരു മുസ്ലിയാർ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വയറ്റിൽ വെച്ചിരുന്നത് ചെറിയ നോട്ട് പുസ്തകമാണ്. ചെറിയ കയ്യിലൊതുങ്ങുന്ന വിരലിൽ വണ്ണമില്ലാത്ത ഒരു ചെറിയ പുസ്തകം അദ്ദേഹത്തിൻ്റെതായുണ്ട്. പെട്ടെന്നൊരു സാധനം കിട്ടാത്തത് കൊണ്ട് അതാണ് വയറ്റത്ത് വെച്ചത്. അല്ലാ ആ മുസ്ലിയാരെ മയ്യത്ത് കുളിപ്പിച്ച് നിസ്കരിച്ച് മറമാടിയതിനു ശേഷം ആ വയറ്റത്ത് വെച്ച നോട്ട് പുസ്തകമില്ലേ, കൈവെള്ളയിൽ ഒതുങ്ങുന്ന ചെറിയ പുസ്തകമില്ലേ, ആ പുസ്തകമൊന്ന് മറിച്ചു നോക്കിയപ്പോൾ ഈ മനുഷ്യൻ അതിൽ എഴുതി വച്ചിരിക്കുന്നു, ഞാൻ കഴിഞ്ഞ മാസം മുത്തുനബിയെ കിനാവ് കണ്ടു, ഞാൻ ഇന്ന മാസം ഇന്ന ഡേറ്റിന് മുത്തുനബിയെ കിനാവ് കണ്ടു. ആ കൈപുസ്തകത്തിൽ നിറയെ റസൂലുള്ളാഹിനെ കിനാവ് കണ്ട രാവിന്റെ രേഖകൾ എഴുതി വെച്ചുകൊണ്ടാണ് അദ്ദേഹം മരിച്ചുപോയത്. ഞാൻ എൻ്റെ പ്രിയങ്കരന് സുഹൃത്ത് കീച്ചേരി ഉസ്താദ് എന്ന് പറയുന്ന പ്രഭാഷകൻ ആ ഭാഗത്തുണ്ട്. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾക്ക് അദ്ദേഹത്തിന് അറിയുമോ? എന്നോട് പറഞ്ഞു, റഹ്മാനി ദാക്കിറാണ്, മാദിഹാണ്, സ്വലാത്തിന്റെ ആളാണ്, മൗലൂദിന്റെ ആളാണ്. പ്രകീർത്തനവും പ്രകീർത്തനത്തിന്റെ പ്രഭാഷണത്തിന്റെ പ്രഘോഷണവും നമ്മുടെ ഹൃദയത്തിലുള്ള ശ്രേഷ്ഠ പ്രമാണമായ മുത്തിന്റെ മഹബത്തിന് വിത്തുവാകാൻ സഹായകമായ മരുന്നാണെങ്കിൽ ഈ സമസ്തയുടെ ചുണക്കുട്ടികൾ വിളിച്ചപ്പോൾ ഓടി വന്നവരെ പിരിയുന്ന സമയത്ത് കയ്യിൽ കിട്ടുന്നത് ചോറിന്റെ ഒരു പാക്കറ്റ് ആണെങ്കിലോ പോകുന്ന സമയത്ത് ഹൃദയത്തിന്റെ നിറണമായി നിങ്ങൾക്ക് കിട്ടുന്ന ഗിഫ്റ്റ് അത് സ്വലാത്തിന്റെ ഗിഫ്റ്റായി മാറണേ, അത് മദീഹിന്റെ സീലുള്ള ഗിഫ്റ്റായി മാറണേ. അങ്ങനെ റസൂലുള്ളാഹിന്റെ പ്രകീർത്തനത്തിന്റെ പ്രസരണത്തിലായി സർവവും സമർപ്പിച്ചുകൊണ്ട് സ്വഹാബാക്കളെ പോലെ നമുക്കും പാടാമല്ലോ, നമുക്കും പറയാമല്ലോ, ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്. ഞാനൊരു ചരിത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളോട് രാത്രിയിൽ വിട പറയുകയാണ്. അപ്പോഴേക്ക് എല്ലാവരിലേക്കും ഭക്ഷണം എത്തുമെന്നാണ് എൻ്റെ ശുഭാപ്തി പ്രതീക്ഷ. ആ ചരിത്രം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബിനെ കുറിച്ചുള്ള ചരിത്രമാണ്. അന്ന് മൗലിദില്ല എന്ന് തട്ടിവിടുന്നവരെ, അന്ന് പ്രകീർത്തനമില്ല എന്ന് ചിന്തിക്കാതെ ഭിന്നിപ്പിന് വേണ്ടി വാപ്പിളച്ച് പറയുന്നവരെ ഉണ്ട്. അന്നുമുണ്ട് മൗലിദ്, എന്നുമുണ്ട് മൗലിദ്. ഭൂമി നിലനിൽക്കുന്നിടത്തോളം മൗലിദ്
മൗലിദാണ്, ആകാശലോകത്തും മൗലിദാണ്, ഭൂമി ലോകത്തും മൗലിദാണ്. എല്ലായിടങ്ങളിലും മുത്തിന്റെ പ്രകീർത്തനത്തിന്റെ പ്രവാഹമാണ്. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഭരണകാലത്ത് ഉമർ ഇബ്നുൽ ഖത്താബിന് പാതിരാവിന്റെ ഉള്ളറയായാൽ നിദ്രയിൽ നിന്ന് സടകുടഞ്ഞെഴുന്നേറ്റ് തന്റെ അഭാവത്തിൽ ഭരണീയരിൽ ആരെങ്കിലും കഷ്ടപ്പെടുന്നുണ്ടോ എന്നറിയാൻ കറങ്ങുന്നൊരു സ്വഭാവമുണ്ടായിരുന്നു. ഈ ചരിത്രം ഞാൻ കഴിഞ്ഞ റബീഉൽ അവ്വലിന് ഏതോ ജില്ലയിൽ പ്രസംഗിച്ചിട്ടുണ്ട് എന്നാണ് ഓർമ്മ. അതിനുശേഷം എവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കേട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ. പല ചരിത്രങ്ങളും തിരമാല പോലെ ഹൃദയങ്ങളിലേക്ക് തല തല്ലി തകർന്ന് ഇരച്ചു വരുമ്പോൾ അതിൽ നിന്നൊരു കോരലെടുക്കലാണ് പ്രഭാഷണത്തിന്റെ പര്യാവസാന സമയത്ത് ഇന്ന് പെട്ടെന്ന് തികട്ടിയത് ഈ ഓർമ്മയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അമീറുൽ മുഅ്മിനീനെ ഓർത്തുകൊണ്ട് പിരിയാം. അവർക്ക് അതാ കണ്ടം വെച്ച കുപ്പായം ഇട്ടുകൊണ്ട് പാതിരാവിന്റെ ഉള്ളറയിൽ ആരെങ്കിലും കട്ടപ്പെടുന്നോ എന്നറിയാൻ മദീനയുടെ ഊടുവഴികളിലൂടെ കറങ്ങുമ്പോൾ ഒരു ചെറ്റക്കുടിലിൽ നിന്ന് പാതിരാവിൽ ഒരു പാട്ട് കേൾക്കുകയാണ്. നമ്മുടെ ഭാഷയിൽ മൗലിദ് കേൾക്കുകയാണ്. അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ സല്ല അലൈക്കൽ മുസ്തഫൗനൽ അഖ്യാർ ഖദ് കുന്ത ഖവാമൻ വകിയൽ അസ്ഹാർ യാ ലൈത ശഅരി വൽ മനായ അത്വാർ ഹൽ തജ്മഉനി വഹബീബി അദ്ദാർ. ഇത് മൗലിദ് അല്ലെങ്കിൽ എന്താ മൗലിദ്? ഇത് ഉമർ ഖത്താബിന്റെ കാലത്ത് ഒരു ഉമ്മ രാത്രിയിൽ പാടിയ മൗലിദാണ്. എവിടെ ഉണ്ട്? കാളിയാലിന്റെ അശിഫ് എടുത്ത് നോക്കുക, അതിൽ കാണാം. റസായിൽ എടുത്ത് നോക്കൂ, അതിൽ കാണാം. മുക്കാശഫത്തുൽ ഖുലൂബ് എടുത്ത് നോക്കൂ, അതിൽ കാണാം. റൂഹുൽ ബയാൻ എടുത്ത് നോക്കൂ, അതിൽ കാണാം. ഇത് മൗലിദ് അല്ലെങ്കിൽ എന്താ മൗലിദ്? തന്നല്ലപ്പോ നമ്മൾ വേറെ ഭാഷയിൽ വേറെ പ്രയോഗത്തിൽ പാടുകയല്ലേ? അലാം, ഇത് രാത്രിയാണ്, ഉറക്കൊഴിച്ച് പാടുകയാണ്. അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ സല്ല അലൈക്കൽ മുസ്തഫൗനൽ അഖ്യാർ. പരിക്കം കുപ്പായമിട്ടുകൊണ്ട് ഭരണീയർ തന്റെ അഭാവത്തിൽ എന്താണ് എന്നറിയാനുള്ള ആത്മാർത്ഥതയിൽ ഊര് കറങ്ങുന്ന അമീറുൽ മുഅ്മിനീന്റെ ശ്രവണപുടങ്ങളിലേക്ക് മന്ദമാരുതൻ തഴകിത്തലോടി കൊണ്ടുവരുന്ന കവിതകളാണ്. അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ. റസൂലുള്ളാഹിന്റെ പേര് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കർണപുടങ്ങളിൽ പതിഞ്ഞപ്പോൾ അള്ളാഹിന്റെ റസൂലിന്റെ ഓർമ്മയിലായി. ആരുടെ മുമ്പിലും ആരടാ എന്ന് ചോദിച്ചാൽ സടകുടഞ്ഞ് ഞാനടാ എന്ന് പറയാൻ ധീരതയുള്ള, നന്മയുള്ള, കഴിവുള്ള, ശേഷിയുള്ള, ശേമുഷിയുള്ള, ചങ്കുറപ്പുള്ള, നെഞ്ചുറപ്പുള്ള അമീറുൽ മുഅ്മിനീൻ പൊട്ടി പൊട്ടി കരയുകയാണ്. റസൂലുള്ളാഹിന്റെ പേര് കേട്ടപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ധീരതയുടെ പര്യായമായ ഉമർ കരയുകയാണ്. ആ പാട്ടിങ്ങനെ നിന്നുകൊണ്ട് കേട്ടു, സഹിക്കാൻ കഴിഞ്ഞില്ല. പാട്ട് കേട്ട ചെറ്റക്കുടിലേക്ക് പാവപ്പെട്ട ഉമറങ്ങ് നടന്നു നീങ്ങി. അപ്പോഴും ഇങ്ങനെ കേൾക്കുകയാണ്. അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ സല്ല അലൈക്കൽ മുസ്തഫൗനൽ അഖ്യാർ ഖദ് കുന്ത ഖവാമൻ ബകിയൽ അസ്ഹാർ യാ ലൈത ശഅരി വൽ മനായ അത്വാർ. അലാ മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ മേൽ സ്വലാത്തുൽ അബ്റാർ. ലോകത്തുള്ള ഗുണകാംക്ഷകൾ സ്വലാത്ത് സമർപ്പിക്കുന്നുണ്ട്. അവരുടെ അതരങ്ങളിൽ നിന്ന് പ്രകീർത്തനത്തിന്റെ പ്രവാഹം അള്ളാന്റെ ഹബീബായ മുത്തിന്റെ മേൽ പ്രവഹിക്കുന്നുണ്ട്. എന്നിട്ടും അങ്ങനെ പാടിയിട്ട് തുടങ്ങുകയാണ്. സ്വല്ല അലൈക്കൽ മുസ്തഫൗനൽ അഖ്യാർ. റൗളയിൽ വിശ്രമിക്കുന്ന മുത്ത് മുസ്തഫായ സംബോധനം ചെയ്തുകൊണ്ട് പാടുകയാണ്. സ്വല്ല അലൈക്ക
മുത്തുനബിയേ, അങ്ങയുടെ മേൽ അങ്ങയുടെ മേൽ അൽ മുസ്തഫൗന പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ സലാത്തും സലാമും ഉണ്ട് യാ റസൂലല്ലാഹ്. ഇങ്ങനെ കവിത ചൊല്ലി ചൊല്ലി അവസാനം പ്രകീർത്തനത്തിന്റെ അവസാനത്തിലായി ആ ഉമ്മ ഒരു ദുആയാണ്, ഹൽ തജ്മഉനി, അല്ലാഹുവേ നീ എന്നെ ഒരുമിച്ച് കൂട്ടുകയില്ലേ, വഹബീബി, എന്റെ ഹബീബായ മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയില്ലേ, ഒരുമിച്ച് കൂട്ടണേ എന്നർത്ഥത്തിൽ പറയുകയാണ്. ഇതുകൂടി കേട്ടപ്പോൾ വീടിന്റെ പുറത്ത് നിന്ന് പാതിരാവിന്റെ ഉള്ളറയിലായി പരിക്കുൻ കുപ്പായമിട്ട് നിൽക്കുന്ന ധീരതയുടെ പര്യായമായ ഉമറിന്റെ കൽബങ്ങ് പൊട്ടുകയാണ്. ഉമറങ്ങ് കരയുകയാ, കരഞ്ഞിട്ട് തറയിലങ്ങ് ഇരിക്കുകയാ. എന്തേ ഉമർ കരയാനുള്ള കാരണോ? ഭാര്യ വിട പറഞ്ഞതല്ല, സമ്പത്ത് നഷ്ടപ്പെട്ടതല്ല, അപകടത്തിൽ പെട്ടതല്ല, വഫാത്തായി റൗളയിൽ കിടക്കുന്ന പുന്നാര പൂമാന്റെ മൗലിദ് കേട്ടപ്പോൾ റസൂലുള്ളാന്റെ മദ്ഹിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ കരള് പടഞ്ഞ് കരഞ്ഞതാണ്. ഉമ്മാന്റെ കഥക് മുട്ടുകയാണ് അമീറുൽ മുഅ്മിനീൻ. വാതിൽ തുറന്നു നോക്കുമ്പോൾ ഉമ്മാമ അത്ഭുതപ്പെടുകയാണ്. നാട് ഭരിക്കുന്ന നന്മയുടെ ധീരതയുടെ പര്യായമായ അമീറുൽ മുഅ്മിനീൻ തന്റെ കുടിലിന്റെ മുമ്പിൽ വന്ന് കൊച്ചുകുട്ടിയെ പോലെ വാവിട്ട് കരയുകയാണ്. ചോദിച്ചു പോയി, ഉമറേ എന്ത് പറ്റി ഉമറേ? അമീറുൽ മുഅ്മിനീൻ പറഞ്ഞു, ഉമ്മാ ഹൽ റദ്ദിദി അലയ്യൽ കലിമാത്തില്ലതി ഖുൽതി ആനിഫാ, നിങ്ങളിപ്പോൾ പറഞ്ഞ വർത്തമാനം ഒന്നുകൂടെ പറയുമോ ഉമ്മാ? ഏതാണ് ഉമ്മാന്റെ മുമ്പിൽ ഉമർ കൽബ് പടഞ്ഞ് കണ്ണുനീര് വാർത്തുകൊണ്ട് കൈനീട്ടി കെഞ്ചിയിട്ടുള്ളത്? റസൂലുള്ളാന്റെ മദ്ഹാണ്. ആ ഉമ്മ പാടിയത് പിന്നെയും ചോദിക്കുകയാണ്, ഉമ്മാമയോട് ചോദിക്കുകയാണ്, ഉമ്മാ ഞാൻ കരയുന്നത് നിങ്ങൾ ഹബീബിന്റെ പ്രകീർത്തനം പറഞ്ഞപ്പോൾ അത് കേട്ട് കരയുകയാണ്, അതുകൊണ്ട് ഒന്നുകൂടി പാടുമോ ഉമ്മാ? ഈ ഉമ്മാമ അങ്ങനെ പാടാൻ തുടങ്ങി. പാടി പാടി ഹൽ തജ്മഉനി വഹബീബി അദ്ദാർ, നീ എന്നെയും എൻ്റെ ഹബീബിനെയും ഒരുമിച്ച് സ്വർഗത്തിൽ കടത്തണേ എന്നർത്ഥമുള്ള കടത്തുകയില്ലേ എന്ന ഇസ്തിഫാമിന്റെ ചോദ്യമുള്ള കടത്തണേ എന്നർത്ഥമുള്ള കവിത കൊണ്ട് അവസാനിപ്പിച്ചപ്പോൾ ഉമറിന്റെ നിയന്ത്രണം വിടുകയാണ്. ഉമർ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഉമ്മാ നിങ്ങളും ഹബീബും നാളെ സ്വർഗത്തിൽ പോകുമ്പോ ഈ പാവപ്പെട്ട ഉമറിനെയും ഒന്ന് കൊണ്ടുപോകുമോ? എന്താണ് മുഖത്താവിന് ഉറപ്പാണ് മൗലൂദ് ധാരണ ഉത്തരം കിട്ടുന്നു. അതാണ് ഇത് മൗലൂദ് ഓതിയിട്ട് നിങ്ങൾ രണ്ടാളും സ്വർഗത്ത് പോകുമ്പോൾ ഉമ്മ ഇനിയും കൊണ്ടുപോയി എന്നാ പറഞ്ഞു. യാ അല്ലാ. അപ്പൊ കവയത്രിയായ തള്ള ഒരു വാക്ക് കൂട്ടിച്ചേർത്തു, ഹൽ തജ്മഊനി വ ഹബീബി അദ്ദാർ വ ഉമറ ഫഗ്ഫിർ ലഹു യാ ഗഫാർ. അതികൊണ്ട് കൂട്ടിച്ചേർത്തതാണ്. അവർ പോകുമ്പോൾ നമുക്കും പോണ്ടേ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 11 മണി വരെ ഭക്ഷണം കേൾക്കാതെ കാലിയായ പള്ളയുമായി മുത്താലിമിനെ കേട്ടിരുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ. സംഘാടകർ വിളിച്ചത് മുതലായിട്ടുണ്ട്. ഇനി അത് പൂർണ്ണാർത്ഥത്തിൽ മുതലാവാൻ ഈ ബക്കറ്റ് നിറയേണ്ടതുമുണ്ട്. ഞാൻ മത് പറയുമ്പോൾ കൂടുതൽ തമാശ ഒന്നും പറയാത്ത ആളാണ്, മതയിൽ മാത്രമേ ലയിക്കുന്ന ആളാണ്. അല്ലെങ്കിൽ ചില പ്രസംഗത്തിലൊക്കെ ആളുകൾക്ക് ഉറക്കം വരും തോന്നുകയാണെങ്കിൽ ഫലപ്രദമായ ഫലിതങ്ങൾ പറയാറുണ്ട്. റബീഉൽ അവ്വൽ അങ്ങനെ തുടങ്ങിയാൽ അതിൻ്റെ മുമ്പ് തന്നെ ഏത് പ്രസംഗം എവിടെയാണെങ്കിലും പലയിടത്തുണ്ട്. ഇന്ത്യ വിട്ടിട്ടുണ്ട്, ഇന്ത്യൻ്റെ ഉള്ളിലുണ്ട്, അബുദാബിയിലുണ്ട്, പലയിടത്തുണ്ട്. റബീഉൽ അവ്വൽ ആയ എൻ്റെ 20 കൊല്ലത്തൊരു പരിചയമാണ് തൊള്ള തുറന്നാൽ മുഹമ്മദ് മുസ്തഫ. അപ്പോൾ അതിൻ്റെ ഭാഗം അൽഹംദുലില്ലാ മിഞ്ഞാൻ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു 40 ദിവസം മദ്ഹ് മാത്രം, വേറൊരു പരിപാടിയില്ല. അതാണ് നിയ്യത്ത്. കുറേ കാലമായിട്ട് ആ ചിട്ടയിൽ പോണതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും വരും, എല്ലാവരും വരും. പറ്റുന്ന വലിയ സംഖ്യ, ഞാൻ വെറുതെ ഉള്ളൂ ഇൻഷാ അല്ലാഹ്. ആമിൻ തദ കൂരി ജീറ നിംബി സലമി മാസജിതദ മഞ്ചറാമി മുഖലതീം ബിദമി മൗലയ സല്ലി വസൽ. പെണ്ണുങ്ങളൊക്കെ ഇരുന്നോളി, പെണ്ണുങ്ങൾക്ക്
مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم صلى الله على محمد صلى الله عليه وسلم أمهبتي ريح من تلقاء كاظمة وأومض البرق في الظلماء من إظامي صلى الله على محمد صلى الله عليه وسلم أيحسب صبوا أن الحب منكتم ما بين سجيم منه ومحترم صلى الله على محمد صلى الله عليه وسلم أيحسب صبوا أن الحب منكتم. ചെറിയൊരു ദ്വാ ഉണ്ടാവും, കഴിഞ്ഞ് പോയിക്കോട്ടോ. أيحسب صبوا أن الحب منكتم ما بين منسجم منه ومضطرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. الحمد لله رب العالمين حمدا طيبا مباركا فيه جزيلا جميلا دائما بدوام ملك الله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة ترزقنا بها رزقا حلالا طيبا مباركا فيه يا الله. റഹ്മുർ-റഹീമീനായ അല്ലാഹുവേ, ഞങ്ങൾ വന്നത്, പറഞ്ഞത്, കേട്ടത്, ഇവിടെ ഭക്ഷണം വിതരണം ചെയ്തത്, സംഘാടനം നടത്തിയത്, സംഭാവന നൽകിയതൊക്കെ നീ കബൂലാക്കണേ അല്ലാ. ഇതിൻ്റെ തവാബുകളൊക്കെയും നിന്റെ അഹബായ അക്രമായ ഞങ്ങളുടെ ഷഫിയായ പ്രതീക്ഷയായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയിലെത്തിക്കണേ അല്ലാ. മറ്റ് അമ്പിയാക്കൾ, മുർസലീങ്ങൾ, അവിടുത്തെ അസ്ഹാബ്, അസ്വാജ്, അഹ്ലു ബൈത്തിലെത്തിക്കണേ അല്ലാ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും കിടക്കുന്ന മഹാന്മാർ, മഹദികളിലെത്തിക്കണേ അല്ലാ. തൊട്ടടുത്ത് കിടക്കുന്ന കണ്ണിയത്ത് സ്ഥാദിലെത്തിക്കണേ അല്ലാ. സമസ്തയുടെ മൺമറഞ്ഞ മറ്റു ഉലമാ സദാത്യങ്ങളിലെത്തിക്കണേ അല്ലാ. നിന്റെ മഹദായ ഫദ്ല് കൊണ്ട്, മുത്തനബിയുടെ ബറക്കത്ത് കൊണ്ട്, മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങൾ വന്നത് നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നീ ആന്തരിക ബാഹ്യവുമായ ശക്തി നൽകണേ അല്ലാ. അല്ലാഹുവേ, ഈമാനിക ബലഹീനതയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാ. പടച്ചവനെ, സയ്യിആത്തുകളൊക്കെ ഹസനാത്താക്കി തബ്ദീൽ ചെയ്ത് ഞങ്ങളെ സലാമത്താക്കണേ അല്ലാ. തഖ്വ നൽകണേ അല്ലാ. ഇഖ്ലാസ് നൽകണേ അല്ലാ. ഇഹ്സാൻ നൽകണേ അല്ലാ. മഹബ്ബത്ത് നൽകണേ അല്ലാ. മഅരിഫത്ത് നൽകണേ അല്ലാ. സക്കീനത്ത് നൽകണേ അല്ലാ. ഈമാനിക തുമഅനീനത്ത് നൽകണേ അല്ലാ. നിന്നെ ഓർക്കുന്ന കൽബാക്കണേ അല്ലാ. ഹബീബിനെ ഓർത്ത് കരയുന്ന കണ്ണും കൽബുമാക്കണേ അല്ലാ. ഹബീബിനെ കാണുന്ന കിനാവുകളാക്കണേ അല്ലാ. ഹബീബിന്റെ മദ്ഹ് പറയുന്ന ആയിസാക്കണേ അല്ലാ. അത് ആഫിയത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ, സമസ്തയുടെ നേതാക്കളിൽ ജീവിച്ചിരിക്കുന്ന ജിഫ്രി തങ്ങൾ പാപ്പയടക്കമുള്ള എല്ലാ സാദാത്യങ്ങൾ മഹാന്മാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. കീഴ്ഘടകങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ, സമസ്തയുടെ വക്താക്കൾ, പ്രയോക്താക്കൾ, അല്ലാഹുവേ, സകല ഷർറുകളിൽ നിന്നും, ആഫത്ത് മുസീബത്തുകളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, അപകട മരണങ്ങളിൽ നിന്നും, പെടുന്നതിനുള്ള മരണങ്ങളിൽ നിന്നും, മാരക രോഗങ്ങളിൽ നിന്ന്, മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മനസ്സിനെ വൃത്തിയാക്കി തരണേ അല്ലാ. ശിർക്ക്, കുഫ്ർ, നിഫാഖ്, റിയാ നൽകല്ല അല്ലാ. ഹിർസൂജ്, ദഅവത്ത്, ശഹവത്ത്, ബിദ്അത്ത് നൽകല്ല അല്ലാ. ളലാലത്തിൽ നിന്ന് കാക്കണേ അല്ലാ. ദീനിന്റെ പടനായകരാക്കണേ അല്ലാ. മുഹിബ്ബീങ്ങളാക്കണേ അല്ലാ. പ്രണയ പട്ടാളത്തിൽ പെടുത്തണേ അല്ലാ. ഇഷ്കിന്റെ ചിട്ടയുള്ള പട്ടാളത്തിൽ പെടുത്തണേ അല്ലാ. പ്രബോധകരിൽ പെടുത്തണേ അല്ലാ. സേവകന്മാരിൽ പെടുത്തണേ അല്ലാ. കലിമക്ക് താങ്ങും തണലുമായി ഇഷ്കിൽ മദ്ഹ് ചെയ്തുകൊണ്ട് ഖുദ്മത്ത് ദഅവത്ത് ചെയ്യാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. അനാരോഗ്യമോ
പടച്ചവനെ ക്ഷീണമോ രോഗമോ അതിന് തടസ്സമാക്കല്ല അല്ലാ. അല്ലാഹുവേ ആരോഗ്യം നൽകണേ, സന്മനസ് നൽകണേ, മഹബത്ത് നൽകണേ, നാഫിയായ ഇൽമ നൽകണേ അല്ലാഹുവേ. ഇടങ്ങേറ് ബലാ കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ, കഠിനമായ പരീക്ഷണത്തിൽ തളർത്തല്ല അല്ലാ, മാരണങ്ങളിൽ കൊടുക്കല്ല അല്ലാ, മാരക രോഗങ്ങളിൽ കിടത്തല്ല അല്ലാ, മറാവ്യാധികളിൽ പെടുത്തല്ല അല്ലാ, കടക്കണിയിൽ കൊടുക്കല്ല അല്ലാ, നാണക്കേടിലാക്കല്ല അല്ലാ, മാനക്കേടിലാക്കല്ല അല്ലാ. സമസ്തയുടെ പ്രവർത്തകന്മാർ വിളിച്ചപ്പോൾ ഓടി വന്നതാണ്, പറഞ്ഞത് മദ്ഹാണ്, ഞങ്ങൾ സംഘടിപ്പിച്ചതും മദ്ഹിന് വേണ്ടിയാണ്. അല്ലാഹുവേ ഇത് നീ കബൂലാക്കി ഞങ്ങൾ ഹബീബിന്റെ ജിവാറിലായി നീ ഒരുമിച്ച് കൂട്ടി തരണേ അല്ലാ. ഒരുപാട് ആണുങ്ങളുണ്ട്, ഒരുപാട് പെണ്ണുങ്ങളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, പ്രായമുള്ളവരുണ്ട്, അതിൽ രോഗികളുണ്ട്. അല്ലാഹുവേ ഇത് ജീവിതയാത്രയിൽ നന്മക്ക് വേണ്ടി, ദീനിന് വേണ്ടി, നിന്റെ രിളക്ക് വേണ്ടി ഇരുന്നതായി രാവ് ഞങ്ങൾക്ക് സാക്ഷിയാക്കി തരണേ അല്ലാ. ഈ മണ്ണ് ഞങ്ങൾക്ക് സാക്ഷിയാക്കി തരണേ അല്ലാ. സകല കുന്ന് മാമലകളും മണ്ണുകള് കല്ല് കരട് കാഞ്ഞീര കുറ്റികളും മുള്ളുമുരുടെ മൂർഖൻ പാമ്പുകളും അല്ലാഹുവേ ചേതന അചേതന ഭേദമേ വ്യത്യാസമില്ലാതെ സകല സൃഷ്ടിചരാചര പ്രതിഭാസങ്ങളും കൃത്യമായി മത്സരിച്ച് പ്രണയിക്കുന്ന പ്രപഞ്ചത്തിന്റെ പ്രാണനായ മുത്തിനു വേണ്ടി ഉറക്കൊടിച്ചത് നീ കബൂലാക്കണേ അല്ലാ. ഒച്ച വെച്ചത് നീ കബൂലാക്കണേ അല്ലാ. ഓടി നടന്നത് നീ കബൂലാക്കണേ അല്ലാ. ഇവിടെ ഭക്ഷണത്തിലേക്ക് കാശ് നൽകിയവരുണ്ട്, ഇറച്ചിയിലേക്ക് കാശ് നൽകിയവരുണ്ട്. എന്താ പേര് പറഞ്ഞു നിങ്ങള്? അതെ, മരിച്ച റസാഖ് എന്ന സഹോദരന്റെ ഉമ്മയ്ക്ക് വേണ്ടിയാണ്, ഖബറിലാണ്. അല്ലാഹുവേ അവർക്ക് ഇതിന്റെ തവാബിനെ എത്തിച്ചു കൊടുത്ത് ഖബർ സന്തോഷമാക്കണേ അല്ലാ. അബ്ദുല്ലാജി മാറാട് അദ്ദേഹം ഖബറിലാണ്, നീ സ്വർഗ പൂങ്കാവനമാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കളിൽ പലരും ഖബറിലാ. മണ്ണിന്റെ മുകളിൽ ഞങ്ങൾ മദ്ഹ് പറയുമ്പോ മണ്ണിന്റെ അടിയിൽ കിടക്കുന്ന മാതാപിതാക്കളെ നീ അദാബ് ചെയ്യല്ല അല്ലാ. അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിലാക്കി തരണേ അല്ലാ. കണ്ണിയത്ത് അബ്ദുറഹീം മുസ്ലിയാരെ ഭാര്യ അള്ളാഹു ഖബർ സന്തോഷമായി കൊടുക്കട്ടെ. അല്ലാഹു മൻസുർ ഉമ്മത്ത സയ്യിദിന മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിന മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിന മുഹമ്മദ്. ഫലസ്തീനിൽ പാത്രം നീട്ടിയിട്ട് അതിലേക്ക് ഭക്ഷണം കിട്ടാത്തതുകൊണ്ട് വാവിട്ട് കരയുന്നൊരു കുഞ്ഞുമോൻ്റെ വീഡിയോ കണ്ടു. അല്ലാഹുവേ സഹിക്കാൻ കഴിയുന്നില്ല, അവിടെ നീ നിൻ്റെ പ്രത്യേക സഹായം ഇറക്കി കൊടുക്കണേ അല്ലാ. പട്ടിണി കിടത്തി മക്കളെ മരിപ്പിക്കല്ല അല്ലാ. നിനക്കെല്ലാത്തിനും അധികാരമുണ്ട്, പക്ഷേ നീ കൃപയുള്ളവനാ, നിന്റെ കാരുണ്യം ചൊരിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ നീ അസഹ്യമായ പരീക്ഷണ ചാട്ടവാറിൻ്റെ ചാട്ടുളി കൊണ്ട് ഈമാൻ പരിശോധിക്കല്ല അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറിൽ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.